വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 2, 3 ആസ്യയിലെ 7 സഭ. 4 സഭ ഇവിടെ അനന്തര സ്വർഗത്തിലൊരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രായേലിലെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനം. 13 ലോകം ഒരുവന്റെ കയ്യിലേക്ക്. ഇന്ന് രാത്രി മുതൽ ആ ചിന്ത വളരെ വേഗത്തിൽ വാക്യങ്ങൾ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഇന്ന് രാത്രി AD 30 കാൽവറിയിൽ അവൻ പരമയാഗമായി. അതിൻ്റെ തലയാഴ്ച ഓശാന പെരുന്നാൾ. ബൈബിൾ കൂടെ മത്തായി 24, 3, 4, 5. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ 6 ചാലുകൾ. മത്തായി 24, 32, 33, 34, 35. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകും. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുമാനമുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ്റെ വരവിൽ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ. കാന്തൻ്റെ വരവിൻ്റെ 6 ചാലുകൾ നമ്മുടെ പ്രഭാഷണത്തിൻ്റെ കാതലായ ഭാഗം. 1 അതിയാകുന്ന ഇസ്രായേൽ. 2 അവനടുക്ക വാതിൽക്കൽ. 3 പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റം. 4 ഏകലോക മതം. 5 നോഹയുടെ കാലത്തെ പോലെ പെരുമഴ. 6 ലോത്തിന്റെ കാലത്തെ പോലെ തീയിറങ്ങും. ഒറ്റ കാര്യം മാത്രം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ 6 ചാലുകൾ. 1 യഹൂദ ലക്ഷണം. 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം. 3 പ്രപഞ്ചത്തിലെ മാറ്റം. 4 ഏകലോക മതം വരും. അതിനുശേഷം 5ാമത്തെ സംഭവമായി പ്രളയങ്ങൾ ഉണ്ടാകും. 6 ആകാശത്തിൽ നിന്ന് തീ വരും. അങ്ങനെയെങ്കിൽ 1ാം ലോകമഹായുദ്ധം. നാളെ വളരെ ക്ലിയറായി സവിസ്തരം ഒന്നുകൂടി പറയുമ്പോൾ മനസ്സിലാകും. 1ാം ലോകമഹായുദ്ധത്തിൽ ഒരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻസ്. 2ാം ലോകമഹായുദ്ധം ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ഇന്ന് രാത്രി നാം ഇരിക്കുമ്പോൾ 2021 ഒക്ടോബർ മാസം 7 അന്ന് ലോകത്ത് മഹായുദ്ധത്തിൻ്റെ ചാലൊരുങ്ങുന്ന വഴികൾ. ഏകദേശം 28 മാസങ്ങൾക്ക് മുമ്പിൽ ഒരു സംഭവം നടന്നു. എന്താ സംഭവം നടന്നതെന്നറിയാമോ? നിങ്ങളോട് പറഞ്ഞു തരാം. ഹമാസിൻ്റെ പോരാളികൾ ഇസ്രയേലിനെ ആക്രമിച്ചു. അതാണ് ഏറ്റവും നിർണായകമായ സംഭവം. ലോകം 2 ചേരിയിലേക്ക് നീങ്ങുന്നു. 2023 ഒക്ടോബർ മാസം 7 സിംജത്തോറ സൂക്കോത്ത് പെരുന്നാളിനകത്ത് നടന്ന. ബൈബിളിനകത്തുണ്ടോ ഹമാസിൻ്റെ പോരാളികൾ ഇസ്രയേലിനെ ആക്രമിക്കും? ആമോസിൻ്റെ പ്രവചനം 2:5. ഇതൊന്നും മോള് എടുക്കണം. ആമോസ് 2:5. ഞാൻ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും, യെരൂശലേമിൻ്റെ അരമനകളെ കത്തിച്ചു കളയും. ഇന്ന് രാത്രി ജനറൽ കൺവെൻഷൻ നിങ്ങൾ ഇരിക്കുമ്പോൾ 7 രാഷ്ട്രങ്ങളുമായിട്ട് ഇസ്രായേൽ. അതിലൊന്നാം ഗാസ. ആമോസ് 1:6-7. ഞാൻ ഗാസയുടെ മതിലിനകത്തൊരു തീ അയക്കും, അതിൻ്റെ അരമനകളെ കത്തിച്ചു കളയും, ഗാസ നിർജീവമാകും. 39ാമത്തെ കൺവെൻഷനകത്ത് പുള്ളിമൂട് ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ 7 രാഷ്ട്രങ്ങളുമായിട്ട് ഇസ്രായേൽ യുദ്ധത്തിൽ. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 ജോർദാൻ, 5 ഇറാൻ, 6 യമൻ, 7 ഖത്തർ. 7 പേരെ അവൻ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ യേശു അപ്പച്ചൻ പറഞ്ഞ പ്രവചനം നിവർത്തി. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനൽ ഒരുവനടുത്ത്. മത്തായി 24:6-7. ആരിനാട് ദൈവമക്കൾ, യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. കരമുയരുന്നില്ലല്ലോ, ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോടും എതിർക്ക്. അതാ മണിപ്പൂര്, അന്ന് നൈജീരിയ, ബൊക്കോറ, ക്ഷാമവും ഭൂകമ്പം അവിടെ ഉണ്ടാകും. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം പരിസമാപ്തിയിൽ വരുമ്പോൾ ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വരുന്നു. ഇതാണ് ലോകത്തിൽ നടക്കാൻ പോകുന്ന സംഭവം. എങ്ങനെ ഒരുവന്റെ കയ്യിൽ ലോകഭരണം? റഷ്യ ഉക്രൈൻ ആര് തീർക്കും? ഇന്നത്തെ ഇസ്രായേലും സിറിയയും വിഷയം ആര് തീർക്കും? അമേരിക്കയും വെനീസുലയും വിഷയം ആര് തീർക്കും? അമേരിക്ക ഇപ്പോൾ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ആര് തീർക്കും? എണ്ണവില ആര് പിടിച്ചു നിർത്തും? സ്വർണത്തിൻ്റെ വില കുതിക്കുന്നു, മാർക്കറ്റുകൾ തകരുന്നു. അങ്ങനെയെങ്കിൽ ഈ മരുന്നുകളുടെ വില കുതിക്കുന്നു. ആര് പിടിച്ചു നിർത്തുമ്പോൾ ഒരുവൻ പറയും, ഞാൻ ഏകലോക ഭരണത്തിലേക്ക് വരാം. അത്തി തളുത്തു കൊമ്പിളതായി വേനലെടുത്ത് അവനടുക്ക വാതിൽക്കൽ വരുമോ? 2023 ചെറുപ്പക്കാരെല്ലാവരും കേട്ടാട്ടെ. We need a generation arise. Jesus Christ all over the world. The 39th annual convention going. Kindly open your Bible. The mercifulness of Lord Jesus is provided by, the kindness is provided by Holy Spirit. യേശുവിൻ്റെ നാമത്തിൽ ചെറുപ്പക്കാരികൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളും എടുത്താട്ടെ. അതിനകത്ത് ആസ്പദമായി 2023 G20 ഉച്ചകോടി നിർമ്മലാ സീതാരാമൻ ഡൽഹിയിൽ. അപ്പോൾ അവർ പറഞ്ഞു, ലോകം ഒരുവന്റെ കയ്യിൽ കൊടുത്താൽ നല്ലത്. 2024 മോഡി സാർ അമേരിക്ക എവിടെ ദുബായിൽ അബുദാബിയിൽ പോയി ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ. 7000 കോടിയുടെ അമ്പലം മോഡി സാർ ഉദ്ഘാടനം ചെയ്ത്. ഉടനെ പത്രക്കാർ ചോദിച്ചു, സാർ ഒരു നല്ല വാർത്ത പറയാം. മോഡി സാർ പറഞ്ഞ്, ഇന്ത്യയുടെ വികസനമല്ല, ഭായിയോ ബഹനോ ये सुनना चाहिए, अपना दुनिया शांति समाधान बरकत मिलने के लिए एक आदमी कुर्सी में बैठेगा, अच्छा है. ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുക്കാം. ബാക്കിയൂടെ കേട്ടാട്ടെ. 2025 കഴിഞ്ഞ വർഷം ഒരു 3 ചേട്ടന്മാർ കൂടി, കറിയാച്ചായൻ, തോമാച്ചായ, അവറാച്ചായൻ. അവന്മാരുടെ പേരാ റഷ്യ, ചൈന. അത് കഴിഞ്ഞിട്ട് ആരാന്നറിയാം?
നമ്മുടെ റഷ്യയും ചൈനയും അത് കഴിഞ്ഞിട്ട് കൊറിയ അവർ കൂടിയിട്ട് ഒരു കാര്യം പറഞ്ഞു, എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റണം. അന്ന് തൊട്ട് അമേരിക്ക ചാഞ്ചാടാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് മോഡി സാറും കൈയൊന്ന് ഉയർത്തി. ബ്രിക്സ് ഉച്ചകോടി റഷ്യയിൽ നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടതുപോലെ ട്രംപ് കണ്ട് അന്ന് തൊട്ടാച്ചിരി കശപിശ തുടങ്ങിയത്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. വളരെ നല്ലതോണരുത്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൈ ഉയർത്തിയത്. അതുകൊണ്ടായി സ്വർണ്ണവില കുതിക്കുന്നു, എണ്ണവില ഡോളറിൽ നിന്ന് മാറ്റാൻ പോകുന്നു. അതുകൊണ്ട് അമേരിക്ക വെനീസലെ ആക്രമിച്ച് ഇന്ന് ഇന്ത്യയുടെ കൈയോട് പറയുന്നു, എണ്ണ അവിടെ നിന്ന് എടുക്കണം, സാമ്പത്തിക മണ്ഡലം സുസ്ഥിരമാക്കുന്നു. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളാണ്. ഒരു 4-5 ദിവസം നിന്നാലേ ഇത് പ്രസംഗിക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ്റെ കയ്യിലേക്ക്. 2025 ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈദരലി ശിഹാബ് തങ്ങൾ, എല്ലാവരും കൂടെ എവിടെ ചെന്ന് വത്തിക്കാനിൽ ചെന്നിട്ട് പറഞ്ഞു, നമുക്കൊരേക ലോകമതം. ഇനി സജു ചാത്തന്നൂർ ആര്യനാട് പുളിമൂടിൽ വന്നില്ലെങ്കിൽ ചെമ്പഴന്തിയിലല്ല, വർക്കല ശിവഗിരിയിലല്ല, ആലുവ ശിവഗിരി മഠത്തിൽ വരാൻ പോകുന്നു സർവമത പ്രാർത്ഥനാ കേന്ദ്രം ഒരുവന്റെ കയ്യിൽ. അതുകൊണ്ട് കത്തോലിക്ക സഭ മറിയാമ്മച്ചിയെ ഇപ്പം അങ്ങോട്ട് മാറ്റി, മനസ്സിലാകുന്നവർക്കായി. മറിയാമ്മച്ചി രക്ഷകയല്ല, ഇതെല്ലാം ഏകലോക മതത്തിന്റെ വഴിത്താര. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരുമോ? കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ലോകം ഒരുവന്റെ കയ്യിൽ. വായിക്കുന്നു, ഒരുവൻ ഭരണത്തിൽ വരുമോ? വാക്യങ്ങൾ വേഗത്തിൽ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ലോകം. വായിച്ചിട്ട് മോളെ, വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പ്. മോൻ നിർത്തി വായിച്ചാട്ടെ. ആരാ 10 കൊമ്പ്? വളരെ സാവധാനം, ഗ്രാമപ്രദേശമായതുകൊണ്ട് പഠിക്കണുള്ളൂ. 10 കൊമ്പ് യൂറോപ്യൻ യൂണിയനാ. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ യൂറോപ്പ് വന്നു. 12 രാജ്യങ്ങൾ വോട്ടവകാശം, 30 രാജ്യങ്ങൾ ടോട്ടൽ. അതിനകത്ത് ഏതൊക്കെയാ? 12 രാജ്യങ്ങൾ: ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. അതായി ഏഷ്യാനെറ്റ് കാണിക്കുന്ന ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയന് പുറത്ത്. 11 ഉള്ളു. 10 ഇനി ഒരെണ്ണം കൂടെ പോയാൽ 10 കൊമ്പ് വരും. ഈ കുഞ്ഞു വായിച്ചത്. എന്നാൽ ഒരെണ്ണം കൂടെ പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രിയൻ വാനമേഘത്തിൽ വരും കരമുയർത്തുന്നവർക്കായി. പണ്ടിത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമായിരുന്നു. രാജപാസ് കുറ്റിച്ചലിയ അമ്മമ്മയോട് ചോദിച്ചു, മൂത്ത മോൻ എവിടെ? അയർലൻഡ്. രണ്ടാമത്തെ മോൻ എവിടെ? ജർമ്മനി. കൊച്ചുമോൾ എവിടെ? മാൾട്ടാദ്വീപ്. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. ഇപ്പം അമ്മാമ്മയും വീട്ടിലൊരു വേലക്കാരിയുണ്ട്. വേലക്കാരി പോയാൽ കാര്യവും തീർന്നു. സന്തോഷമില്ലല്ലോ, വെള്ളം കിട്ടത്തില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോകക്രമം ഇങ്ങനായി. 10 കൊമ്പ്. വായിക്കാം. അടുത്തത് 7 തല 7 ഭൂഖണ്ഡങ്ങൾ. നാളെ ഇന്റർനെറ്റ് പ്രസംഗിക്കുന്നത് ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇതെല്ലാം ഒരുവൻ ഭരിക്കും. അടുത്ത വാക്ക്. കൊമ്പുകളിൽ 10 രാജമുടിയും. 10 രാജമുടി. അമേരിക്കയെ വിട്ട് യൂറോപ്പിനോട് ലോകരാജ്യങ്ങൾ ചേരാൻ പോകുന്നു. ആ 10 രാജമുടിയാ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാർ ഒറ്റയ്ക്കല്ല, വാസവൻ ചേട്ടനുണ്ട്, ശിവൻകുട്ടി അണ്ണനുണ്ട്, അത് കഴിഞ്ഞ് വീണ ജോർജ് ഉണ്ട്. അതുപോലെ 10 രാജ്യങ്ങൾ അമേരിക്കയെ വിട്ട് യൂറോപ്പിനോട് ചേരും. ഏകലോക ഭരണം. വായിച്ചിട്ട് മോനെ. തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുമെന്ന് ഞാൻ കണ്ടു. അതിന്റെ പേര് ന്യൂ വേൾഡ് ഓർഡർ. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മ. അടുത്ത വാക്ക്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും. പുള്ളിപ്പുലി അന്നത്തെ ഗ്രീസ്. അടുത്തത്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും. കരടിക്കാല മേദ്യ പാർശ്യ ഇറാൻ ഇന്നത്തെ. അടുത്തത്. വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. സിംഹമുഖ ഇന്നത്തെ ഇറാഖ്. തലയിറക്കുന്ന നായാട്ട് വീരന്മാർ. നിമ്രോദിന്റെ തലമുറ 666. നാളെ പറയാം. അടുത്ത വാക്ക്. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മതി. അതിന്റെ ഏകലോക ഭരണം ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരാറായി. അപ്പൊ ഈ മൃഗത്തെ ആര് കാണും? അടുത്ത വാക്ക് ക്ലിയർ ആയിരിക്കണം. ഞാൻ പോലും വായിച്ചാലും പിടിക്കരുത്. വെളിപ്പാട് 17:8-9. ഈ മൃഗത്തെ ആര് കാണും? വായിച്ചേട്ടെ. വെളിപ്പാട് 17:8-9 വായിക്കാം. വെളിപ്പാട് 17:8-9 എല്ലാവരും എടുത്താട്ട്. നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും നേരത്തെ ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യം. അടുത്തത്. ഇപ്പോൾ ഇല്ലാത്തതും ഇപ്പോൾ ജനാധിപത്യ ഭരണം. അടുത്തത്. ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. അടുത്ത വാക്ക്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും. ഈ മോൻ വായിക്കുന്ന വാക്ക് എല്ലാവരും നോട്ട് ചെയ്യണം. ഇല്ലാതിരുന്നതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അതാ കിടക്കുന്ന മോൻ എത്ര ക്ലിയർ ആയിട്ട് വായിച്ച. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂതലത്തിലെ നിവാസികൾ ഈ മൃഗത്തെ കണ്ട് വിസ്മയിക്കും. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരെവിടെ പോകും? കരമുയരുന്നില്ലല്ലോ, കാന്തന്റെ വരവിലെടുക്കപ്പെടും. അതിനുവേണ്ടി 4 ദിവസത്തെ കൺവെൻഷൻ അതിന്റെ രക്ഷയുടെ ടിക്കറ്റ് കൊടുക്കുന്നു. വായിക്കാം. ഇനി വേഗത്തിൽ പ്രസംഗത്തിലേക്ക്. ഇങ്ങനൊരു മൃഗം വരുമോ? ഒരു ഭരണാധികാരി വരുമോ? ലോകം ഒരുവന് വേണ്ടി കാത്തിരിക്കുന്നു. ബൈബിളിനകത്ത് 2 മേജർ പ്രവചനങ്ങൾ. അതിൽ ഒന്നാമത്തെ പ്രവചനമാ
അനുഗ്രഹിക്കപ്പെട്ട വെളിപ്പാട് പുസ്തകം പഴയ നിയമത്തിലെ വെളിപ്പാട് ദാനിയേൽ. ഒരാൾ ബാബേൽ പ്രവാസം, ഒരാൾ പത്മോസിൽ. ദാനിയേലിനകത്ത് സ്വർഗം യോഹന്നാനോട് പറഞ്ഞു, എഴുതിക്കോ, ഒരുവൻ ഭരണത്തിൽ വരും. മോൻ വായിച്ചിട്ട് ദാനിയേൽ 8:23-24-25 പ്രൊഫസി. ദാനിയേൽ ചാപ്റ്റർ 8 വേഴ്സ് 23, 24, 25 ന്യൂ വേ വേൾഡ് ഓർഡർ. ഒരുവൻ വരും. മോൻ വായിക്കാം ദാനിയേൽ 8:23-24-25. എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ ഭരണാധികാരികളുടെ അന്ത്യകാലത്ത്, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഉഗ്രഭാവവും ഉപായ ബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും. ഒരു രാജാവ് ലോകത്തെ ഭരിക്കും. അവൻ അടുക്ക വാതിൽക്കൽ. अंजीर का पेट पैदा हो गया, एक आदमी आएगा दरवाजा का बाहर में. हिंदीക്കാരൻ പറഞ്ഞാൽ അവൻ അടുക്ക വാതിൽക്കൽ. അടുത്തത് അവന്റെ അധികാരം വലുതായിരിക്കും. ഇന്റർനെറ്റ് സാറ്റലൈറ്റ് വഴി അവൻ മോണിറ്റർ ചെയ്യും. നാളെ കേൾക്കാം സഞ്ചാർ സാധ്യ ആപ്പ് നേരത്തെ വരണം. അടുത്തത് വായിക്കാം. സ്വന്തം ശക്തിയിൽ അല്ലതാനും പിശാച് വായിച്ചു. സ്വന്തം ശക്തിയിൽ അല്ലതാനും അവൻ അതിശയം വണ്ണം നാശം പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഭരണാധികാരി വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ സമാധാനത്തോടെ ചിന്ത. ഒരു ഭരണാധികാരി വന്നാൽ എന്ത് ചെയ്യും? അവൻ നിയമത്തെ കൈകളിലാക്ക്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നത് നിയമത്തെ മാറ്റി, ലീഡർമാരെ മാറ്റി, പോലീസ് മേധാവികളെ മാറ്റി, കളക്ടർമാരെ മാറ്റി. മൻമോഹൻ സിംഗിന്റെ കയ്യിൽ നിന്ന് ആർക്ക് അധികാരം കിട്ടുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട മോഡിജിക്ക് അധികാരം കിട്ടുന്നത്. ഗവർണർമാരെ മാറ്റി, വായുസേന, കരസേന, വ്യോമസേന സകല മേധാവികളെ മാറ്റിയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ എന്ത് ചെയ്യും? അവൻ നിയമത്തെ മാറ്റും. ഇവിടം തൊട്ട ചിന്ത. എന്താ നിയമം? ബൈബിളിലേക്ക് കടക്കാം. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഉൽപ്പത്തി 1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിന് ഇംഗ്ലീഷിൽ യൂണിവേഴ്സ്, ഗ്രീക്ക് മൂലഭാഷ കാസ്മോസ്. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എവിടെ? ഇറാഖിലെ ഏതനീ നല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്ന. ബാക്കി കേട്ടാട്ടെ. ഇറാഖിന്റെ വടക്കേറ്റത്ത് ഒരു നദി ഒഴുകുന്നുണ്ട്, യൂഫ്രട്ടീസ്. അതിന്റെ അക്കരെ ഒരു മണ്ണുണ്ട്, എത്യോപ്യ. അവിടുന്ന് 6 ഘടകമെടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. മണ്ണിൽ നിന്നല്ല, നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യന് മെനഞ്ഞു. 4 വാക്യങ്ങൾ. ഉൽപ്പത്തി 2:7 നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ദാനിയേൽ 12:2 കാലാന്തരത്തിൽ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വരിക, വിശ്രമത്തിലേക്ക് പോവുക. ആ വാക്ക RIP. അത് കേട്ടിട്ടാ കിള്ളിയിലെ കള്ളു കുടിച്ച് അച്ചായ മരിച്ചപ്പോൾ കാട്ടാക്കട വെറൈറ്റി മാൾ വരുന്ന പലകം മേടിച്ചോണ്ട് വെച്ചിരിക്കുന്ന സജി RIP എന്ന്. കള്ളി കുടിച്ച അച്ചായന്റെ തലയിൽ എഴുതിയിരിക്കുക റെസ്റ്റ് ഇൻ പീസ് എന്ന്. സന്തോഷമില്ലല്ലോ, ചത്തവനെ പിന്നെയും കൊല്ലുന്നു. മനസ്സിലാകുന്നവർക്കായി. ദാനിയേലേ, നീ കാലാന്തരത്തിൽ ഓഹരി പ്രാപിക്കേണ്ടതിന് എഴുന്നേറ്റ് വരിക. അതാരാഴ്ച RIP കല്ലറയുടെ മേളിൽ വന്ന സ്വോത്രം. അതുകൊണ്ടാണ് കാട്ടാക്കടയിൽ നിന്ന് കൊത്തി കൊടുക്കുന്നത്. കിള്ളിയിലെ കള്ളു കുടിച്ച തോമാച്ചായന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുക RIP. സന്തോഷമില്ലല്ലോ, ഷാപ്പി കത്തിക്കുത്തേറ്റ അച്ചായന്റെ കല്ലറ RIP. ക്രിസ്ത്യാനി, നീ മാനസാന്തരപ്പെടും. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് സാഗരന്റെ മരണം കാണുമ്പോൾ മോശ, അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ, മനുഷ്യനെ പൊടിയിലേക്ക്, മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. മണ്ണിന്റെ പ്രത്യേകത, മണ്ണിനകത്ത് 96 മൂലകങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കണം. പെരുങ്കടവിള, പാലത്തൂർ, പടപ്പിത്തോട്ടം, പാലിയോട്, നല്ല ആലത്തൂർ, ഇവിടത്തൊക്കെ നല്ല പാറയെന്ന് മനുഷ്യനെ മെനയാൻ പറ്റത്തില്ല. പാറപ്പൊടി. അങ്ങനെയെങ്കിൽ ആദമിനെ പൊടിയിൽ നിന്ന് മെനഞ്ഞു. 1ാമത്തെ സയൻസ് ഇവിടെ ആരംഭിക്കുന്നു. ജീവശാസ്ത്രം ഊതിയപ്പോൾ സ്വരൂപം, സാദൃശ്യം, തേജസ്, ബഹുമാനം, അധികാരം. പൊടിയിൽ നിന്ന് മെനഞ്ഞ ആദമിന്റെ ജീവശാസ്ത്രം ഊതിയപ്പോൾ അച്ചായ അമ്മാമ അവന്റെ കാല് ചലിക്കാൻ തുടങ്ങി, കണ്ണനങ്ങാൻ തുടങ്ങി, മുടി വെട്ടാൻ തുടങ്ങി, ഹൃദയത്തിന്റെ ആറ്റുക്കളും വെൻട്രുക്കളും ചലിക്കാൻ തുടങ്ങി. ദേഹി കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദൈവത്തെ 39ാമത് കൺവെൻഷനകത്ത് സാധാരണ ദൈവമെന്നല്ല, മഹാദൈവം കരമുയർത്തുന്നവർക്കായി. ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയത് കിംസല്ല, നിംസല്ല, നെയ്യാറ്റിങ്കര മാമലല്ല, അല്ലെങ്കിൽ നെയ്യാർ മെഡിസിറ്റി അല്ല. ശിഷ്ടാവായ ദൈവത്തിന്റെ മൂക്കിന്റെ ശ്വാസം മനുഷ്യരിൽ വന്നപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി കരമുയർത്തുന്നവർ ഇന്ന് രാത്രി നിന്റെ കിഡ്നിയുടെ ക്രിയാറ്റിന്റെ ലെവലുകൾ മാറ്റുക, നിന്റെ ശരീരത്തിന്റെ അകത്ത് ട്യൂമറുകൾ അഴിച്ചു കളയുക. കരുത്തുറ്റ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നത്. എൽ ഷദ്ദായിയായ ദൈവം, കരമുയർത്തുന്നവർക്കായി സകലത്തിനും മതിയായവനായ ദൈവം. സ്വോത്രം. അപ്പൊ മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല. സ്വോത്രം. അങ്ങനെ ഭാര്യയിൽ നിന്ന് ഒരാളെ മെനഞ്ഞെടുത്തു, ഒരമ്മ ഹൗവ്വാമ്മ. മനസ്സിലാകുന്നവർക്കായി. അപ്പം അബോധാവസ്ഥ, ഗാഠനിദ്ര വരുത്തി. ഇതൊരു ശാസ്ത്രജ്ഞൻ കണ്ടു. ആ ശാസ്ത്രജ്ഞന്റെ പേരാ ജെയിംസ് വിൻസൺ. അവനാ ആദ്യം ക്ലോറോഫോം, പിന്നെ അനസ്തേഷ്യ. സന്തോഷമില്ലല്ലോ, തോമാച്ചൻ, അവറാച്ചൻ. മനസ്സിലാകുന്നവർക്കായി. ഈ കേട്ടെ ടീറ്റെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, PSC എഴുതുന്ന കുഞ്ഞുങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അനസ്തേഷ്യ കണ്ടുപിടിച്ച
പേര് ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. നോബൽ സമ്മാനം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പത്രക്കാരി എന്ന് ചോദിച്ചു, സാറിന് നോബൽ സമ്മാനം കിട്ടി, സന്തോഷമില്ലേ? അദ്ദേഹം പറഞ്ഞു, കാല് വയ്യാതിരിക്കുന്നത് പറഞ്ഞു, അതല്ല എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കരമുയരുന്നില്ലല്ലോ ശാസ്ത്രജ്ഞ. അനസ്തേഷ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ആർക്കും സന്തോഷമില്ലല്ലോ. പണ്ട് നമ്മുടെ നെടുമങ്ങാട്ട് നമ്മുടെ പുളിമൂട്ടിലെ പോത്തൻ ചേട്ടൻ 80 കിലോ പോത്തിറച്ചി എന്ന പോത്തൻ ചേട്ടൻ പല്ലെടുക്കാൻ പോയി. സ്വോത്രം. ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തു, മയങ്ങത്തില്ല, ബ്ലഡിന് നല്ല കൗണ്ട്. ഡോക്ടറിന് തിരുവനന്തപുരത്ത് വേണം. സിസ്റ്ററോട് പറഞ്ഞു കുടിലെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് കമ്പൗണ്ടർ അടുത്ത് പറഞ്ഞ് ചിറി ഉയർത്താൻ പറഞ്ഞു. പോത്തൻ ചേട്ടൻ്റെ അണപ്പല്ലിന് ഒറ്റ വലി, പല്ല് താഴെ, പ്ലേറ്റിനകത്ത് ചോരയൊക്കെ. ഇന്ന് അങ്ങനാണോ നെടുമങ്ങാട് ദീപാ ക്ലിനിക്ക്? ജ്യോതിമോള് പല്ലെടുക്കാൻ പോകും. ചെല്ലുമ്പോൾ സിസ്റ്റർ പറയും അവിടെ ഇരിക്കാൻ. കറങ്ങുന്ന കസേര, ചെവിയിൽ ഇയർഫോൺ, മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഒരു കൊച്ചു സൂചി വെക്കുന്ന പോലെ അണപ്പല്ലയിൽ ഒരു കുത്ത്. പെങ്കൊച്ചു പാട്ട് കേട്ടുകൊണ്ടിരിക്കും. ഇച്ചിരി കഴിയുമ്പോൾ സിസ്റ്റർ പറയും കർ വാപ്പസ് ചെയ്യാണ്ട് പല്ലെല്ലാം എടുത്തെന്ന് അറിഞ്ഞില്ല. മനസ്സിലാകുന്നവർക്കായി ഇതെല്ലാം ബൈബിളിൽ നിന്ന് വന്ന അനസ്തേഷ്യ. മനസ്സിലാകുന്നവർക്കായി അവരെ പാർപ്പിക്കാൻ കൊണ്ടുവന്ന സ്ഥലമായി ഏദൻ. ഇവിടം തൊട്ട് പ്രഭാഷണം ഏദനകത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ആദ്യത്തെ കല്യാണം നടത്തിയത് ആര്? അതിനാ ഏദനകത്ത് സ്വർഗം കൊണ്ടുവന്ന് അടക്കി പാടുക, പെറ്റുവരിക, സന്താനപുട്ടി ഉള്ളവരാകാൻ നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. തൊട്ടടുത്ത് കത്തോലിക്ക പള്ളി, മർത്തോമ പള്ളി, യാക്കോബ പള്ളി. അവിടെ ഒരു ചെറുപ്പക്കാരനും പെൺകുട്ടിയും വധൂവരന്മാർ വരുമ്പോൾ പട്ടക്കാർ ഉടനെ കല്യാണം നടത്തത്തില്ല. എന്താ കല്യാണം നടത്തുന്നത്? രണ്ടുപേരെയും അൾത്താരയ്ക്ക് മുൻപിൽ നിന്നിട്ട് കൗമയും ക്രമങ്ങളുമെല്ലാം വായിച്ചുകൊണ്ട് മാലയും മോതിരവും മിന്നുമെല്ലാം എടുത്തുകൊണ്ട് അച്ഛൻ ഞാൻ കരമുയർത്തിയൊരു പാട്ടുപാടും. നിന്നോരു മകുടം കയ്യാൽ അത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്തു മാശാന്മാരാൽ അനുഗ്രഹിച്ചു. ചിരി കഴിയുമ്പോൾ സജി ബ്രദർ പുറേ പാടും, ഏതെന്തോട്ടം നട്ടോനെ നീയാ ഞങ്ങളുടെ മണവാളൻ. നമ്മളെവിടെ കാണാൻ? നമ്മൾ കല്ലറിയിരുന്ന് സെൽഫി അടിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി അച്ഛൻ എത്ര നല്ല കാര്യം പറയുന്നത്. സ്വർഗത്തിലെ ദൈവം ഏതെൻ്റെ പൂങ്കാവനത്തിനകത്തിറങ്ങി ആദഹവ്വ ദമ്പതികളെ സംയോജിപ്പിച്ച ദൈവകരത്താൽ 2 പെന്തിക്കോസുകാരുടെ കല്യാണം. എന്താ പെന്തിക്കോസുകാരുടെ കല്യാണം? ഒരു ചെറുക്കനും പെണ്ണ് കല്യാണം ഉറച്ചു. നമ്മുടെ തൊട്ടടുത്ത് പിടിക്കാൻ കള്ളിക്കാട് ദീപ ഓഡിറ്റോറിയം. പയ്യനും പെങ്കൊച്ചും വന്നു കഴിഞ്ഞാൽ ഉടനെ കയറ്റിയിരുത്തോ. ദൈവദാസന്മാരെ കൊയറിനെ കൊണ്ട് പാടിക്കും. 2 പേരെ എഗ്രിമെന്റ് വായിക്കും. 2 പെങ്കൊച്ചും ചെറുക്കനും താഴെ എവിടെ ഇരിക്കുമ്പോൾ നിയുക്ത വധുവിനും കടന്നു വരാം. പെങ്കൊച്ചിനെക്കാളും നല്ല മഞ്ജു വാര്യർ അവിടെ ഇരിപ്പുണ്ട്, അമ്മാമെ കയറ്റത്തില്ല. ചെറുക്കനെക്കാളും നല്ല ഷാരൂഖ് ഖാൻ അവിടെ ഇരിപ്പുണ്ട്, കയറ്റത്തില്ല. അതൊരു നിഴല. എന്താ? വിവാഹത്തിന് ഉടമ്പടി ചെയ്തവർക്ക് മാത്രമേ മേടയ്ക്കകത്ത് കയറാൻ പറ്റത്തുള്ളെങ്കിൽ, കർത്താവിന്റെ വരവിൽ നീ കടക്കണമെങ്കിൽ രക്ഷയുടെ പെട്ടകത്തിനകത്ത് ഉടമ്പടി മാത്രം ചേർക്കാനാ എൻ്റെ കർത്താവ് വരുന്നത്. മനസ്സിലാകുന്നവർക്കായി ബാക്കി കേട്ടോ. ഉടനെ കല്യാണം നടത്തൂ. കല്യാണം ഒന്നും ഉടനെ നടത്തത്തില്ല. അവർ കാര്യം വധുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് 5 മിനിറ്റ്, വരൻ്റെ കൂട്ടത്തിൽ നിന്ന് 5 മിനിറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം എന്തോ ഞാനടക്കം നടത്തുന്നു. ഉടനെ കുറച്ച് കാര്യം പറയും. ചെറുപ്പക്കാരനെ എഴുന്നേറ്റെടുത്ത് മൈക്ക് ഒരാളെയും കൊണ്ട് ചെറുപ്പക്കാരനെ കൊടുക്കും, മോനെ നിന്റെ സമീപത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടിയെ വിവാഹത്തോടനുബന്ധിച്ച് സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും പ്രതാപത്തിലും ദുഃഖത്തിലുമെല്ലാം കാത്തു പരിപാലിച്ച് ജയകരമായൊരു കുടുംബജീവിതം നയിക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. 2, വ്യത്യസ്തമായ കുടുംബജീവിതത്തിൽ വളർന്ന് മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട് വ്യത്യസ്ത ബിരുദങ്ങൾ നേടി നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ തയ്യാറാണോ? തയ്യാറാണ്. 3, പയ്യനോട് സഭായോഗങ്ങളിൽ കടന്നു വരികയും മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. അവൻ ഓക്കെ. അപ്പുറത്തേക്കുന്ന പെങ്കൊച്ചുണ്ട്, മോളെ നിന്റെ സമീപത്തേക്കുന്ന ചെറുപ്പക്കാരൻ വ്യത്യസ്ത സാഹചര്യത്തിൽ ജനിച്ചു വളർന്നു. ഇബ്രാഹാമിന് സാറ, ഇസഹാക്കിന് റബേക്ക, യാക്കോബിന് റാഹേലിനെയും കൊടുത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരത്താൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മോള് സമ്മതമാണോ? സമ്മതമാണ്. 2, നീ ചെന്ന് കയറുന്ന ഭവനത്തിൽ അപ്പനോടും അമ്മയോടും വളരെ ദൈവോടും ദാക്ഷിണ്യത്തോടും കൃപയോടും കട്ടൻ ചായയൊക്കെ കൊടുത്ത് ജീവിക്കാൻ തയ്യാറാണോ? 2, ഓക്കെ പാസ്റ്റർ. 3, നിന്റെ മൊബൈലിൻ്റെ റേഞ്ച് ഇച്ചിരി കുറയ്ക്കണം, പ്രാർത്ഥനാ ജീവിതം നന്നാകണം. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇത് പറഞ്ഞതിന് ശേഷം എന്തോ കരം പിടിക്കും. ഉടനെ കല്യാണം നടത്തും. ഒരു ദൈവദാസൻ ഇങ്ങനെ കരം പിടിക്കുമ്പോൾ ഞങ്ങൾ കരമുയർത്തി പറയും, 6000 കൊല്ലങ്ങൾക്കും ഏതൻ്റെ പൂങ്കാവനത്തിനകത്ത് ഇറങ്ങി വന്നു ആദം ഹവ്വ ദമ്പതികളെ സംയോജിച്ച സർവശക്തന്റെ വിശുദ്ധ കരത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതം ഞങ്ങൾ ആശീർവദിച്ച് പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഈ മക്കൾക്ക് മേൽ സ്വർഗത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ കൊയർപാടത്തില്ലേ, ഇന്നീ മംഗല്യം ശോഭിപ്പാൻ കരുണ ചെയ്ത കർത്താവേ. ദൈവദാസന്മാർ പുറകെ പാടുകയും ചെയ്യും, സ്വർപ്പൂരമീ കരാറിന്മേൽ സാക്ഷി നിൽക്കും. സന്തോഷമില്ലല്ലോ. കള്ളിക്കാട് ദീപായി ചിക്കൻ നോക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. ഇതൊക്കെയാ കല്യാണത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. ഇന്നത്തെ കല്യാണം ഉണ്ടോ? നിയമം മുഴുവൻ മാറി. 2 വാക്യം കഴിയുമ്പോൾ ഇടവേളയിലേക്ക്. വിവാഹമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. ഓൺലൈനിൽ വേണേ കാണാം, അല്ലേ തെളിവ് നിങ്ങൾക്ക് തരാം. അമേരിക്കയിൽ ഒറ്റ സ്ഥലത്തും വിവാഹമില്ല. കണ്ടതിനെല്ലാം തോളെ കൈയിട്ടുകൊണ്ട് വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒന്ന്
നാടൻ മലയാളം. ശരണ്യ ശ്രുതി വടക്കൻ പറവൂർ. വി ഡി സതീശന്റെ നാട്ടുകാർ 2 പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ ഒരുമിച്ച്. പുളിമൂട്ടുകാരെ ഭാഷ പറഞ്ഞ കുഞ്ഞമ്മ ചിന്നമ്മയെ കല്യാണം കഴിക്കുന്നു. അന്ത്യകാലം. ദാണ്ടെ വിൻസെന്റ് ബ്രൂണോയും കത്തോലിക്ക സഭയ്ക്കകത്ത് 2 ചെറുപ്പക്കാർ കല്യാണം കഴിക്കുന്നു. അതിന്റെ അർത്ഥം പൊന്നച്ചൻ തോമാച്ചാനെ കല്യാണം കഴിക്കുന്നു. നാടൻ ഭാഷ. ഇതാച്ചായ നോഗയുടെ കാലം തീരാൻ പോവുക. സുവർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. തൊട്ടടുത്ത CSIക്കാർ ഫ്രാൻസിലെ മിഷണറിമാർ വന്ന് ഇഷ്ടം പോലെ പണം കാട്ടാക്കടയിൽ പാറശാല ആബോർപ്പള്ളി LMS എല്ലാം ഫ്രാൻസിലെ മിഷണറിമാർ കൊടുത്തേ. അവിടെ സ്വവർഗ വിഭാഗം ദാ കിടക്കുന്നു. ദൈവം വെച്ച കാർമിക നിയമം മാറി. അതുകൊണ്ട് സഖാവ് MV ഗോവിന്ദൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയക്കാരെ ഞാൻ വിമർശിക്കുന്ന ആളല്ല. MV ഗോവിന്ദ സാർ പറഞ്ഞു ഫ്രാൻസിൽ പള്ളി വിൽക്കാനുണ്ട്. ദാ കിടക്കുന്ന ആരാധനയില്ല. ദാ കിടക്കുന്ന അമേരിക്കയിൽ സ്വവർഗ വിഭാഗം 51 സ്റ്റേറ്റിലെ വിഭാഗം. അച്ഛൻ വേണ്ട, പാസ്റ്റർ വേണ്ട, ബൈബിൾ വേണ്ട, വേണ്ട, പാട്ട് വേണ്ട, സ്വവർഗ വിഭാഗം. തീർന്നില്ല. അടുത്തത് ഓസ്ട്രേലിയ. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്വവർഗ വിഭാഗം. സിഡ്നി, മെൽബൺ, അഡ്ലായ്ഡ് മുഴുവൻ സ്ഥലത്തും സ്വവർഗ വിഭാഗം. അത് കഴിഞ്ഞ് 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. നല്ല കാര്യം. ദാ കിടക്കുന്നു. നമ്മുടെ കുറ്റിച്ചെന്ന ഒരു പെൺകുട്ടി എബ്രഹാം എഞ്ചിനീയറിംഗ് കോളേജ് മാർത്താണ്ഡത്ത് പഠിക്കുന്നു. B. സന്തോഷമില്ല. നമ്മുടെ വെള്ളറുടെ എന്നൊരു പയ്യനുണ്ട്, അവന് ME പഠിക്കുക. 2 പേർക്കും ഭയങ്കര സ്നേഹം. അപ്പൊ പെൺകുട്ടി പറഞ്ഞ് പയ്യനോട് പറഞ്ഞ് കല്യാണം കഴിക്കാം. അവനും പറഞ്ഞ് ആയിക്കോട്ടെ. ഇവരൊരു വണ്ടിയിലാണ് പോകുന്നത്. കുറ്റിച്ചെന്ന് നമ്മുടെ കൊടപ്പനമൂട് വെള്ളറുടെ വഴിയാണ് മാറപ്പുറയിൽ പോകുന്നത്. നിങ്ങൾക്ക് ചൊവ്വായി വന്നുകൊണ്ട് കുറ്റിച്ചെല് കള്ളിക്കാട് വെള്ളറുടെ അറിയത്തില്ല. മനസ്സിലാകുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ആ വണ്ടിയിൽ അവർ പൊക്കോണ്ടിരുന്നത്. അപ്പം മോള് വന്ന് പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്ക് കല്യാണം വേണം. പപ്പ പറഞ്ഞു, മിണ്ടരുത്, നിന്നെ നല്ല ബിരുദം കൊടുക്കാനാണ് വെച്ചേക്കുന്നത്. പയ്യൻ്റെ അടുത്ത് അവളി എന്ന് പറഞ്ഞ് പപ്പ കല്യാണം നടത്തത്തില്ലെന്ന്. അവൻ പറഞ്ഞു നമുക്ക് വക്കീലിനെ കാണാമെന്ന്. നെയ്യാറ്റിൻകര കോടതിയിൽ പോയി. എന്താ? 5000 രൂപ, 2 വഴിയാധാരമായ ആധാർ, അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഒത്ര മാത്രം മതി. ഒരു വിധി, ഒരുമിച്ച് ജീവിക്കാം 1 വർഷം. അതിൻ്റെ പേരാ ലിവിങ് ടുഗദർ. കോളേജിൽ പോയ പെങ്കൊച്ചു കുറ്റിച്ച വന്നില്ല. തോമാച്ചാൻ്റെ മോള് രാവിലെ കാട്ടാക്ക DYSP എടുത്ത് നമ്പർ കൊടുത്ത്, സാറേ മോള് വന്നില്ല, പെറ്റീഷൻ എഴുതാൻ പറഞ്ഞു. DYSP പറഞ്ഞു വൈകിട്ട് പോലും അറിയിക്കാന്ന്. പയ്യൻ്റെ നമ്പരും കിട്ടി. നോക്കിയപ്പം പേരൂക്കട മണ്ണാമൂലെ കൊടുത്തപ്പോൾ GPS സൈബർ വഴി നോക്കിയപ്പം മാർത്താണ്ഡേന്ന് തോവാളയിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു വീട്ടിൻ്റെ മുമ്പിൽ 2 പേരും ലൊക്കേഷൻ. സ്വോത്രം. അച്ചായനോട് പറഞ്ഞ് നാളെ രാവിലെ 7:30 കാട്ടാക്കടയിൽ വരണം. അച്ചായനെ വെട്ടിച്ച് പരിചയമുണ്ട്. ഞാൻ പോലീസിനും കേട്ടാൽ ടാറ്റയുടെ വണ്ടി കയറണം. അച്ചായൻ ബൊലീറോട്ട് വരെ. അവർ 2 പേരുടെ അപ്പനും അമ്മയും കൂടെ കാട്ടാക്കട ചെന്ന് DYSP ഓഫീസിൻ്റെ അവിടെ കിടക്കുന്നു. 7:30 അവരും വന്നു. DYSP, ഒരു പോലീസ് ഓഫീസർ, ഒരു SI, 4 പേരുമായിട്ട് നേരെ വെള്ളറുടെ വഴി, കളിക്കാവിള വഴി നേരെ ചാടി മാർത്താണ്ഡം. ദാ കിടക്കുന്നു. താഴെ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നേരെ കറങ്കൽ തോവാള റൂട്ടിൽ പോയപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലൊക്കേഷൻ കൊടുത്തപ്പോൾ ഒരു കൊച്ചു വീടിൻ്റെ മുമ്പിലിരിക്കുന്നു. റോഡിൻ്റെ സൈഡിൽ പയ്യൻ നോട്ട് എഴുതുന്നു, പെൺകുട്ടി ചായ ഉണ്ടാക്കുന്നു. ഉടനെ പയ്യന് ചെന്ന് 8:30 മണിക്ക് ഒറ്റപ്പിടി. സ്വോത്രം. അങ്ങോട്ട് പോയപ്പോൾ അപ്പനും അമ്മയും പാടി നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. പയ്യൻ്റെ കയ്യിൽ ഒറ്റപ്പിടി, നിനക്കെതിരെ കേസുണ്ട്, ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അവൻ പറയും സാർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്വോത്രം. അവൻ നേരെ പോയി നെയ്യാറ്റിൻകര കോടതിയുടെ വിധിയെടുത്ത് ആരെ കൊടുത്ത് കാട്ടാക്കട DYSPയുടെ കൊടുത്ത്. DYSP അവിടെ ഇരുന്നു. പെൺകൊച്ചു പറഞ്ഞു സാർ ഇത്ര ദൂരം വന്നില്ലേ? തമിഴ് ഭാഷ പറഞ്ഞു, അയ്യാ കൊഞ്ചം ടീ സാപ്പിടുങ്കെ. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. പെൺകൊച്ച് ടീ കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹം ചെന്ന് അപ്പനോടും അമ്മയും പറഞ്ഞു 1 വർഷത്തേക്ക് കോടതി വിധിയാ, ഇവർക്ക് ഒരുമിച്ച് താമസിക്കാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വോത്രം. DYSP ചായ കുടിച്ച് പിന്നെ കാണാമെന്ന് പറയും. വണ്ടി കയറിയപ്പോൾ അകത്തുനിന്ന് നല്ല പാട്ട്, സജി കാട്ടാക്കട പാടുന്നതിൽ നല്ല അരുമയാണ് പാടൽ. ഉണ്മയും നമ്പി വന്നേ നമ്പക്ക പാടലേ. സന്തോഷമില്ലല്ലോ, മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ട് അമ്മാമ്മ എൻ്റെ കർത്താവ് പറഞ്ഞത്, യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. കരമുയരുന്നില്ലല്ലോ, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുന്നു. ഇവിടെ മാവുണ്ട്, മക്കളെ മാമ്പൂവിനെയൊക്കെ കണ്ട് ഇവിടെ കർത്തൃദാസന്മാർ ഊളിയും ചെയ്യുന്ന അരുമയാണ് വേലക്കാർ ഇங்கே இருக்குது, ഓൺലൈനിൽ இருக்குது. ദൈവദാസന്മാരോട് ഞാനൊരു വാക്ക് ഇന്ന് രാത്രി പറയുക. എന്താ പറയുന്നതെന്നറിയാം? നിങ്ങളുടെ സഭാരാധനകൾ, CSI ആകട്ടെ, മർത്തോബാകട്ടെ, പെന്തിക്കോസ് ആകട്ടെ, ബ്രദറാകട്ടെ, ലൂതറാകട്ടെ, നിങ്ങളുടെ സഭാരാധനകളിൽ 5 മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കരമുയർത്തുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. അതാണ്ട് ഈശാനും സൂര്യയും വിധവാഹിതരായി ട്രാൻസ്ജെൻഡർമാരെ തിരുവനന്തപുരം കടകംപള്ളി സഹിതം നിൽക്കുന്നു. കോടതി മുറിയിലെ ദമ്പതികൾ ദാ നിൽക്കുന്നു. കോടതി മുറിയിൽ 2 പെൺകുട്ടികൾ സുപ്രീം കോടതിയിൽ ദൈവം വെച്ച തക്ക തുണ മാറി ഇന്ന് ഇണയായി. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ദാണ്ടെ ഇന്നത്തെ MP രാജേഷ് പുതിയത് കൊണ്ടുവന്ന് ഓൺലൈൻ മാരേജ്. വരൻ ഉക്രൈൻ, വധു പുനലൂർ. ദാ കിടക്കുന്ന കല്യാണം മാറി. ദൈവം വെച്ച കാർമിക നിയമം ആന്റി ക്രിസ്റ്റ് വരുന്നതിന് മുമ്പ് മാറി. ദാനിയേൽ പ്രവചനം 7:25 എടുത്താട്ടെ. കുഞ്ഞ് ബൈബിൾ വായിക്കുന്നു, വേഗത്തിൽ ഇടവേള. ദാനിയേൽ 7:25 കുഞ്ഞ് വായിച്ചാട്ടെ. ദൈവം വെച്ച കാർമിക നിയമം. He will take the moral land order. വായിക്കാം. ദാനിയേൽ 7:25 വായിക്കാം മക്കളെ. വമ്പ് പറയുകയും ഒടുക്കിക്കളയുകയും സമയങ്ങളെയും
ആ മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. സമയവും മാറും, നിയമവും മാറും. അടുത്ത കാലം മാറ്റിക്കളയും. വായിച്ചന്മളെ കാലങ്ങളും ആ കാലങ്ങളും കാലാംശവും ആ അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ഒരുവന്റെ കയ്യിൽ ലോകഭരണം വരാറായി. കാലവും കാലംശങ്ങളും ഒരുവന്റെ കയ്യിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരാ ഭാഗ്യവാന്മാർ? സ്വോത്രം. അമേരിക്കക്കാരനാണോ ഭാഗ്യവാന്മാർ? 1991 എല്ലാവരും കേട്ടാട്ടെ, അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ ഭരണത്തിൽ വന്നു. ബിൽ ക്ലിന്റൺ ഭരണത്തിൽ വന്നപ്പോൾ അമേരിക്കക്കാർ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ അന്ന് ഒന്നാമത്തെ പരിപാടി സ്വർഗ വിവാഹം. പാസ്റ്റർമാര്, അച്ഛന്മാര് എല്ലാവരും ചെന്നു. നമ്മുടെ ഡോളറിനകത്തൊരു മുദ്രയുണ്ട്, വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തെ മറക്കരുത്. അന്ന് തൊട്ട് അമേരിക്ക കാറ്റടിച്ചത്. കുഞ്ഞമ്മ, മറിയാമ്മ, ശോശാമ്മ, ചിന്നമ്മ, റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ, മാത്യു എല്ലാം അടിച്ചു. ചെറുപ്പക്കാർ പിള്ളേര് എല്ലാവരും കേട്ടാട്ടെ. അമേരിക്കയുടെ എയർപോർട്ട് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ റഡാറുണ്ട്, നാസ. ആ നാസയുടെ റഡാറിനകത്ത് കൊച്ചി. നമ്മുടെ ശംഖുമുഖം ചാക്കയെന്ന് പറക്കുന്ന വിമാനത്തെ കാണത്തില്ല. ആ വിമാനം പറക്കുമ്പോൾ ശബ്ദം കേൾക്കും. അതിന്റെ പേരാ ബട്ടർഫ്ലൈ എഫക്ട്. ഇവിടുത്തെ കുറ്റിച്ചെല്ല ജോഗ്രഫി ടീച്ചർമാരെടുത്ത് പറഞ്ഞ എൻ്റെ പേരും പറ, ബട്ടർഫ്ലൈ എഫക്ട്. അത് സാറ്റലൈറ്റ് വഴി പിടിച്ചെടുക്കും വിമാനത്തിന്റെ ഏത് റൂട്ടിൽ വിമാനം, അത്രയും കാണാൻ കഴിയും. പക്ഷേ അമേരിക്കയിൽ കാറ്റടിച്ചത് ഒരു കമ്പ്യൂട്ടറിനും കാണാൻ കഴിഞ്ഞില്ല. കരമുയർത്തുന്നവർക്ക് ദൈവത്തിന്റെ വചനത്തെ മറുതലിക്കുന്ന സകലരെ ന്യായം വിധിക്കും ദൈവം. 2, അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ രണ്ടാമതൊരു കാര്യം കൊണ്ടുവന്നു. ഉള്ളത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ കൊന്നുകളയുവാനുള്ള പദ്ധതി. എന്താ അതിന്റെ പ്രത്യേകത? 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ സഹോദരിമാർ, അമ്മാമെ കേട്ടാട്ടെ, വയറ്റിനകത്ത് ഞെക്കിപ്പിടിക്കും. നെയ്യാറ്റിൻകര മാമല്ലോ, അല്ലെങ്കിൽ കാട്ടാക്കട മാമല്ലോ, അല്ലെങ്കിൽ നെയ്യാളോ ചെല്ലുന്നത് പോലെ ആശുപത്രി കുഞ്ഞ് മരിച്ചു, ചലനമില്ല, കീറിയെടുക്കും, കേസില്ല. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ പ്രസംഗിക്കുമ്പോൾ 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്ന ലോകരാഷ്ട്രം അമേരിക്ക. 7 മാസം വരെ കുഞ്ഞിനെ തട്ടിക്കളയും. ടൊറന്റോ, ആൽബർട്ടാൻ, ഇവിടെ ഉള്ള കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ, മലയാളികൾ വരെ അബോർഷന് വേണ്ടി കാനഡ അബോർഷനിൽ അമേരിക്കയിൽ പോകുന്നു. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? നെവർ. ഇന്ന് രാത്രി ഈ സംഭവം തുടങ്ങി 36 ബാങ്കുകൾ അമേരിക്കയിൽ പൊട്ടിപ്പോയത്. ട്രംപിൻ്റെ ഒന്നും കാശില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇറാനെ അടിച്ച് എണ്ണയെടുക്കാൻ പോകുന്നു, വെനീസിൽ അടിക്കാൻ പോകുന്നു. ആരാ അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? സന്തോഷമില്ലല്ലോ. അമ്പൂരിയിലെ തോമാച്ചായനാണോ ഭാഗ്യവാൻ? റബ്ബറും തോട്ടമുള്ള സ്വോത്രം. റബ്ബറിന്റെ ഒലയും പോയി, വെട്ടാനും പറ്റുന്നില്ല. സ്വോത്രം. കുറ്റിച്ചല് അവറാച്ചാന ഭാഗ്യം. ഓണത്തിനും ക്രിസ്മസിനും വെക്കാൻ നിന്ന കൊലകളെല്ലാം തീർന്നുപോയി, എല്ലാം അടിച്ച് ദൂരെ പോയി. ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? ഖത്തറിന്റെ മണ്ടയ്ക്ക് ഇസ്രയേൽ അടിച്ച മിസൈൽ വെച്ചിരിക്കുക. അറബ് രാജ്യങ്ങൾ വല്ലതും പറഞ്ഞാൽ തൂത്തുപറക്കി അടിക്കുക. ഇന്ന് രാത്രി 39ാമത് വാർഷിക കൺവെൻഷന്റെ പ്രഥമ രാത്രി. ആരാ ഭാഗ്യവാന്മാർ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? അമ്പൂരിയിൽ തോട്ടമുള്ള അച്ചായനാണോ ഭാഗ്യവാൻ? അല്ല. ഗൾഫിൽ പിള്ളേരുള്ള മക്കളാണോ ഭാഗ്യവാന്മാർ? അവരൊന്നുമല്ല മക്കളെ ഭാഗ്യവാന്മാർ. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിനകത്ത് ഒരു കൂട്ടം ഭാഗ്യവാന്മാരുണ്ട്. ആരാവർ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കരമുയർത്തുന്നവർക്കായി യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ ഗാന്ധൻ വരാറായി. ഇന്നത്തെ കേരളത്തിലെ നിയമം. ഇടവേളയിലേക്ക് യെശയ്യാ പ്രവചനം 3:12 ഒന്ന് വായിച്ചാട്ടെ. കേരളത്തിലെ പോസ്കോ കേസുകളെല്ലാം വർദ്ധിക്കുന്നു. യെശയ്യാ പ്രവചനം 3:12 പോൻ വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 3:12 വായിക്കാം. യെശയ്യാ പ്രവചനം 3:12. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. മോൻ അവിടെ നിന്ന് വായിക്കണം. ഇതുപോലെ വായിക്കണം. അപ്പൊ അന്നേരം ചായ ഞാൻ പ്രത്യേകിച്ച് പഠിച്ചുതരാം. ഇതുപോലെ വായിക്കണം. സ്വോത്രം. അനീഷ് കാവാലം പറഞ്ഞ പോലെ നല്ലോണം വായിക്കുന്നവർക്ക് ചായ ഉണ്ട്, സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് യെശയ്യാ 3:12 എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. എല്ലാവരും കേട്ടാട്ടെ. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. ഒരു വർഷം 50 പോസ്കോ കേസാ കേരളത്തിനകത്തുള്ളത്. തീർന്നോ? ഇല്ല. കുട്ടികൾ പീഡിപ്പിക്കപ്പെടുമോ? ബാലരാമപുരം 9 മാസവും 9 ദിവസവും നൊന്ത് പ്രസവിച്ച ദേവതന്റെ കിണറ്റിലെറിഞ്ഞു വന്ന അമ്മ. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാമോ, നെയ്യാറ്റിൻകര നരാധമനായ ഒരു ചെറുപ്പക്കാരൻ്റെ 1 വയസ്സുള്ള മോനെ ബിസ്ക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു വയറ്റത്ത് തൊഴിച്ചു കൊന്നുകളഞ്ഞു നെയ്യാറ്റിൻകര. മനസ്സിലാകുന്നവർക്കായി ബാക്കിയൂടെ കേട്ടാട്ടെ. കൊച്ചി കലൂരിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എക്സോഡസിന്റെ മറ്റോ കൺവെൻഷനാ. അന്ന് കൊച്ചിയിൽ കണ്ടൊരു കാഴ്ച. ഭാര്യയും ഭർത്താവും മഴക്കൂടി ഒരു ഫ്ലാറ്റിനകത്ത് കിടക്കുന്ന എന്താ സംഭവം എന്നറിയാമോ? ഒരു 1.5 മാസം പ്രായമുള്ള കുഞ്ഞ് അവിടെ കിടക്കുക. ഇവനെന്തോ വഴക്ക് പറഞ്ഞ് അടങ്ങിപ്പോയി. അമ്മാമ്മ കേട്ടാട്ട്. കുഞ്ഞിന്റെ കഴുത്ത് ചരിച്ചു. ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ കവറിനകത്ത് കെട്ടി ഓടുന്ന വണ്ടിയുടെ മുറ്റത്തെറിഞ്ഞു കൊടുത്തു കലൂരിൽ. ബാക്കി കേട്ടോ, എല്ലാവരും കേട്ടോ. ലോകം തീരാറായി. കളമശ്ശേരിയിൽ ഭാര്യയും ഭർത്താവും. 1ാമത്തെ ഭർത്താവ് ഉപേക്ഷിച്ചു. പുതിയൊരു പയ്യൻ വന്നു. അരുമയാണ് പൈതൽ വന്നു. അവൻ പറഞ്ഞു, ദാണ്ട നിനക്ക് 1 വയസ്സുള്ള രാങ്കുഞ്ഞുണ്ട്, കൊന്നാൽ നിന്നെ മണവാട്ടിയാക്കാം. അവൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ മറന്നമ്മാമേ. താൻ പ്രസവിച്ച കുഞ്ഞിനെ 9 മാസം 9 ദിവസം 9 വിനാഴിക്ക് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കതകിന്റെ കീഴിൽ കെട്ടി 2 പേരുടെ ഞെരിച്ച് ആലുവ കളമശ്ശേരി ആശുപത്രി കൊണ്ടുപോയി. കുഞ്ഞ് മരിച്ചെന്ന് ആശുപത്രിക്കാർക്ക് പിടികിട്ടി. പോലീസിനെ വിളിച്ചു. പഴയ 2
രണ്ടിനെയും ജയിലിലാക്കി. പഴയ പിതാവിന്റെ നമ്പർ കൊടുത്ത് 1 മാസം വന്നില്ല. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ റിട്ടയർ IPSകാർ അവൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങളടക്കണ്ട, ഞാൻ അടക്കാം. 8000 രൂപയുടെ നല്ല തേക്കിന്റെ പെട്ടി, 3 സ്റ്റിക്കർ മകനെ വിടാ, എന്നിട്ട് കിളിക്ക് പിന്നെ നമ്മുടെ കിളിക്കും അതിനകത്ത് കെട്ടിവെച്ചു. ആ IPSകാരൻ കൊണ്ടടക്കി ഒരു കുഞ്ഞിനെ, സൂര്യന്റെ മുഖം പോലെയുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടടക്കി. തിരുവനന്തപുരം പൂവാർ CSIയിൽ ഞാൻ മുൻപ് പ്രസംഗിക്കുന്നു. ഈ അടുത്ത സമയത്ത് അവർ കാട്ടാക്കട വിളിച്ചിട്ട് എനിക്ക് സമയമില്ല. പൂവാർ CSIയിലെ സെക്രട്ടറി, അതൊരു പിന്നെ പൂവാർ പഞ്ചായത്തിന്റെ സെക്രട്ടറി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ യേശു വരാറായി. ഞാൻ ചോദിച്ചു ദർശനം വല്ലതും കിട്ടിയോ? തിരുവനന്തപുരം കേട്ടാട്ടെ, 9 മാസവും 9 ദിവസവും 9 പിന്നാടിയെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കാശാക്കിയ പൂവാർ. കരമുയരുന്നില്ലല്ലോ അമ്മമ്മേ. നിങ്ങളുടെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇതൊരു ഗവൺമെന്റിന്റെ കുഴപ്പമല്ല, സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല. ഒരുവൻ വരുന്നു, റൂട്ട് ശരിയാകുന്നു. അടുത്തത് വായിക്കാം. സ്ത്രീകൾ വായിച്ചാട്ട് മോനെ. സ്ത്രീകൾ അവരെ വാഴുന്നു. സ്ത്രീകൾ അവരെ വാഴുന്നു. ശരിയായില്ലേ? പണ്ടത്തെ കാലമല്ലല്ലോ ഇന്നത്തെ കാലം. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എല്ലാ സഹോദരിമാരായല്ലോ. കരമുയരുന്നില്ലല്ലോ, നല്ല കാര്യം. ഇതാ തിമത്തിയോസിന്റെ കാലം. അന്ത്യകാലത്ത് സ്ത്രീകളിലേക്ക് അധികാരം വരും. സ്ത്രീകൾ വാഴുമോ? ഭയങ്കര കാലമല്ലേ? സ്വോത്രം. KMA കമ്മിറ്റി റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോ അരുവിക്കര സ്റ്റീഫൻ സാറോ IB സതീഷ് സാറിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട്, പുറത്തു വിടത്തില്ല. നാട്ടുകാർ കേൾക്കണം, കേരളം വിദേശ നാടല്ല. സ്വന്തം പണത്തിനും പ്രതാപത്തിനും വേണ്ടി പെൺകുട്ടികളെ വിറ്റ് കാശാക്കിയ കേരളമാ KMA കമ്മിറ്റി റിപ്പോർട്ട്. സ്വോത്രം. അതുകൊണ്ട് അത് പുറത്തു വിടാത്ത എവിടം വരാ അമ്മമ്മേ. പണ്ട് സ്ത്രീകൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാം പ്രാർത്ഥിക്കും. ഇന്ന് സ്ത്രീകളുടെ ജോലി മയക്കുമരുന്ന് കടത്ത്. സന്തോഷമില്ലല്ലോ. അടൂർ ഏഴംകുളക്കാർ സൂര്യ ഇടയ്ക്കിടയ്ക്ക് മസ്കറ്റിൽ പോയിട്ടുണ്ടിരുന്ന ഒരു ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നപ്പോൾ എൻ്റെ പൊന്ന് ദൈവദാസനെ 8 കോടിയുടെ മയക്കുമരുന്ന് അവളുടെ കയ്യിൽ. അപ്പോൾ പോലീസുകാർ പറയും, ആണുങ്ങൾ 1 കോടി, സഹോദരി 8 കോടി. സന്തോഷമില്ലല്ലോ. സ്വോത്ര. എവിടം വരാൻ? കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി കണ്ടില്ലേ? സ്ത്രീകൾ അവരെ വാഴുന്നു. ഇതാ ലോത്തിന്റെ സോതോമിന്റെ കാലം. പണ്ടത്തെ കാലത്ത് ഞങ്ങൾ കൺവെൻഷന് പോയിറങ്ങുമ്പോൾ ഞങ്ങൾ പറയും, എന്താ പറയും, ശോശാമേ ഒരു ചായ ഇട്ടുണ്ടോ? പെട്ടെന്ന് ചായ. ഇന്ന് ഞങ്ങൾ ശോശാമേ ചായ ഇടാൻ പറഞ്ഞ സ്ത്രീകൾ പറയും, അച്ചായൻ്റെ കൈ പൊങ്ങത്തില്ലയോ എന്ന്. കാര്യം ഉയരുന്നവർക്കായി. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് അമ്മമ്മ സ്നേഹത്തോടെ പറയും, സഹോദരി യോഗത്തിന് പാറായി, ഒരു ചായ ഇട്ട് വരുമോ? കിട്ടിയാൽ സന്തോഷം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. സിസ്റ്റം മുഴുവൻ ചേഞ്ചായി. സ്ത്രീകൾ അവരെ വാഴുന്നു. അടുത്തത് എൻ്റെ ജനം. വായിച്ചിട്ട് മോനെ അടുത്ത വാക്ക്. എന്റെ ജനമേ, എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. നടക്കുന്ന സിസ്റ്റം മാറി, നടത്തുന്ന സിസ്റ്റം മുഴുവൻ മാറി. അതുകൊണ്ട് പണ്ടത്തെ അച്ഛന്മാർ പറയുന്ന കലികാലം. ഇത് കണ്ടിട്ട് ധന്യനായ പൗലോസ്ലീഗ 1-ാമത്തെ ഇടവേളയിലേക്ക് ധന്യനായ പൗലോസ്ലീഗ ഇങ്ങനൊരു കാര്യം പറഞ്ഞു. വായിക്കാം. FSC ലേഖനം 5:15-16. ഇനി സ്വത്രാഴ്ച 2 വാക്യം കൂടെ ഉള്ളു. FSC 5:16. എല്ലാവരും ബൈബിൾ എടുത്താട്ട്. ആകയാൽ. ഇതാ VD സതീശൻ പ്രസംഗിക്കുന്നത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. VD സതീശൻ പ്രസംഗിക്കുന്ന ഈ വാക്കാ. എവിടുന്ന് കിട്ടിയെന്ന് നാളെ പറഞ്ഞുതരാം. വായിച്ചാട്ട്. ഈ കൺവെൻഷനിൽ എവിടെ വെച്ചെന്ന് നെയ്യാറിലൊക്കെ ഇത് തന്നെ പറഞ്ഞു. വായിച്ചാട്ട്. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ. അടുത്തത്. ഇത് ദുഷ്കാലമാകയാൽ. കരമുയരുന്നില്ലല്ലോ. 39-ാമത് കൺവെൻഷൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. നാടൻ കുറ്റിച്ചൽ ഭാഷ പറഞ്ഞാൽ കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ അമ്മണിമാമ ഇനി അകത്ത് പിച്ചാത്തി എടുക്കത്തില്ല. അരകല്ലിൽ ഇരിക്കുന്ന കാത്തിയെടുത്ത് ജനലിന്റെ ഗ്രില്ലിൽ കൂടെ എഴുതി തീർക്കുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിക്കുന്നു. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് പുളിമോടിനോട് പറയാനുള്ളത്, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സൂചേട്ടത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പികൾ മുഴങ്ങുവാൻ കാലമായി. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. കരമുയർ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തേണ്ട. ഇന്ന് രാത്രി 39 കൺവെൻഷൻ രാത്രി റോഡിനകത്തോ തെരുക്കോണിനകത്തോ എവിടെ ഇരുന്നെങ്കിലും നെഞ്ചത്ത് കൈവച്ച്, യേശു എന്റെ ഏക ദൈവ, യേശു എന്റെ ഏക രക്ഷിതാവ്, യേശു എന്റെ ഏക കർത്താവ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ, ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. തായെ തകർപ്പ
இந்த நாள்கள் உண்மையான செய்தி கேட்கறது, எங்க பக்கம் ஒளி பக்கம் இருக்குது, இந்த துட்டை கிடையாது, எங்க மலைமேல் ஓடாது. இந்த நாள்களில் இந்த அருமையான செய்தி கூட்டத்தில் நெஞ்ச கை போட்டு ஏசப்பா என் ரட்சகர், ஏசப்பா என் கர்த்தர், அவன் രാജാതി രാജാവായി മടങ്ങി വരുന്നെന്ന് കരമുയർത്തി വിശ്വസിക്കുന്നവർ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. വി ആർ ഗോയിങ് എ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ ഒരു ഇടവേള. ഈ സമയത്ത് എന്താ ഇടവേളയുടെ പ്രത്യേകത? ആരും മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ഇപ്പോഴത്തെ സമയത്തിൻ്റെ പ്രത്യേകത എന്തോ? സ്വോത്ര. പെന്തിക്കോസുകാർക്ക് സ്വോത്രമുണ്ട്, കാഴ്ചയില്ല. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പോൾ കുഞ്ഞുങ്ങളൊരു പാട്ട് പാടുമ്പോൾ കാണിക്കയെടുക്കും. 2 വാക്യങ്ങൾ ആരാധനയോട് ഇന്ന് സമാപിക്കും. വേഗത്തിൽ കാണിക്കയെടുക്കാൻ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ട് ഈ സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അരുമയാനൊരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കും. യെസ്. Praise the Lord.
യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ നല്ലൊരു നാമമുണ്ടോ? ശക്തിയാകുന്ന രക്ഷയേകുന്ന സത്യമായൊരു നാമം, നാമം, നാമം. യേശുവിൻ നാമമല്ലാതെ നല്ലൊരു നാമമുണ്ടോ? സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ നാമമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. 2 വാക്യങ്ങൾ വായിക്കും, അവസാന പാട്ടോടുകൂടി ഈ രാത്രി അവസാനിക്കും. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്ന ഭാഗ്യവാൻ. സമയമെടുത്തു. ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ആ കാലഘട്ടത്തിലേക്ക് ലോകം വരുന്നു. അതിനാസ്പദമായി 2 വാക്യങ്ങൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. 2 വാക്യങ്ങൾ അവസാന ഭാഗങ്ങളിലേക്ക് വായിച്ച് സഹായിച്ചാട്ട് മക്കളെ. വെളിപ്പാട് 13-15. അത് ചെറിയവരും. വെളിപ്പാട് പുസ്തകം 13-ന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ട് മക്കളെ. മൃഗത്തിന്റെ പ്രതിമ വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും. അവിടെ നിൽക്കട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും വായിക്കാം. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരെ, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു, അവൻ അധികാരം ലഭിച്ചു. ഇത് മാത്രം. ഇനി ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ, കമ്പ്യൂട്ടർ സംസാരിക്കുമോ? 2 കാര്യങ്ങൾ. ദാണ്ടെ 2018 ഒരു പെൺകുട്ടി വന്നു, സോഫിയ, സൗദിയിൽ നിന്ന് വന്നു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. ദാണ്ടെ സോഫിയ ചാറ്റ് GPT ഗ്രോക്ക്. അവൾ മറ്റൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു, മറ്റൊരു തലത്തിലേക്ക് പോയി. 3 ദാണ്ടെ സൗദി പൗരത്വം നേടി സോഫിയ. ദാ കിടക്കുന്നു. 20 വർഷം ജോലി ചെയ്ത ചെറുപ്പക്കാരന് സൗദി പാസ്പോർട്ട് കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഇന്ന് സോഫിയ റോബോട്ടിന് പാസ്പോർട്ട് കൊടുത്തിരിക്കുന്നു. 4 കഴിഞ്ഞ ദിവസങ്ങളിൽ ദാണ്ടെ ായി സോഫിയ പാപ്പനംകോട് മുംബൈയിലും ദാ കിടക്കുന്നു സോഫിയ റോബോട്ട്. അടുത്തത് ദാണ്ടെ വ്യോമമിത്ര, ഇന്ത്യയുടെ വട്ടിയൂർക്കാവിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു പെൺകുട്ടിയ ഇന്ന് ISROയുമായി ബാംഗ്ലൂരിൽ ഇടപെടുന്നു. അങ്ങനെയെങ്കിൽ റോബോട്ട് സംസാരിക്കോ? അച്ഛാ റോബോട്ട് സംസാരിക്കോ? ഇപ്പൊ നമ്മുടെ മൊബൈലിനകത്തൊരു പെൺകുട്ടി വന്ന് ജെമിനി. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാരുതിയുടെ പുതിയ കാറിൽ തോമാച്ചായന് ചിന്നമാമ കയറിയിരിക്കുമ്പോൾ ഒരു ശബ്ദം, ഐ ആം ക്ലാര, ഗുഡ് മോർണിംഗ് അങ്കിൾ. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ? സ്വത്രം. അപ്പൊ റോബോട്ട് സംസാരിക്കുമോ? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ കയറില്ല, വയറില്ല, ഇന്റർനെറ്റ് ഇല്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിൽ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. കരമുയർത്തുന്നവർക്ക് ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? അടുത്തതായി ഇന്റർനെറ്റ് മർഡർ. ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ കേട്ടാട്ടെ. അദ്ദേഹത്തിന്റെ പേര് അലൻ ടോറി. എന്താ കമ്പ്യൂട്ടറുകൾ പൊട്ടിത്തെറിക്കുവാനുള്ള കാര്യം? ഇന്ന് രാത്രി 2 കാര്യം കൂടെ പറയുമ്പോൾ അവസാനിക്കും. എന്താ? ഇന്ന് നമ്മുടെ കുറ്റിച്ചൽ ഒരു പെൺകുട്ടി, ചെന്നൈയിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ടൊരു അടുപ്പം. അവർ 2 രാത്രി ചാറ്റ് ചെയ്യുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ചില കാര്യങ്ങൾ പറയും. അവൾ അനുസരിക്കത്തില്ല. അവൾ ഷട്ട് ഡൗൺ ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ ഒരു മെസ്സേജ് അയക്കും, വൈറസ് മെസ്സേജ്. ഇവിടെ അജി ബ്രദർ ഇത് സെറ്റ് ചെയ്യുന്നു. ലാപ്ടോപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കാണാം. ഒരു ലാപ്ടോപ്പിന് 5 ഘടകങ്ങൾ. 1 മൈക്രോ പ്രോസസർ, 2 ലിഥിയം ബാറ്ററി, 3 കീബോർഡ്, മേളിലിരിക്കുന്ന സ്ക്രീൻ ഇങ്ക് സ്ക്രീനും ലൈറ്റുമാണുള്ളത്. എന്താ വൈറസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്താ? ലിഥിയം ബാറ്ററി ചൂടാവും, മൈക്രോ പ്രോസസർ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ബൾബ് പൊട്ടോ. അതാ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി ഇവിടെ മോണിറ്റർ വെച്ചിരിക്കുന്നു. പാടുന്ന ഞങ്ങൾ വിറ്റുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സജിയുണ്ട്. ഞങ്ങളുടെ എല്ലാ ശബ്ദം കൂടിക്കഴിഞ്ഞാൽ വിഷയം വരും മോണിറ്റർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബാറ്ററി പൊട്ടിത്തെറിക്കുക. ബൈബിളിനകത്തുണ്ടോ ഈ കാര്യങ്ങളെല്ലാം? അന്ത്യകാലം. ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി, ബാറ്ററികൾ പൊട്ടി. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ നടക്കാൻ
പോകുന്നു ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ കൊല്ലോ. തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന് പറയുന്ന 8 വയസ്സുള്ള മോൾ മൊബൈൽ പൊട്ടിത്തെറിച്ച് മരിച്ചു. ചെന്നൈയിൽ ഒരു സംഭവം, കാർ ഓടിച്ചു വന്ന ചെറുപ്പക്കാരന്റെ മൊബൈൽ മെസ്സേജ് വന്നു. ആ കാർ ചൂടായി കത്തിപ്പോയി. വിഴിഞ്ഞത്ത് പെട്രോൾ പമ്പിൽ സ്ഫോടന, വെമ്പായത്ത് പെട്രോൾ പമ്പിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കുറ്റിച്ചലും കാട്ടാക്കട ഉഴമലക്കലും നല്ല പമ്പുകൾ കുളപ്പട. അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, യേശു വരാൻ കാലമായി എന്നല്ല എഴുതിയേക്കുന്നത്. സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. കരമുയർത്തുന്നവർക്കായി. നമ്മൾ അവിടെ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ ഒരു മെസ്സേജ് വന്നാൽ ഗൺ ചൂടായാൽ തീകോളം. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയി. ലാപ്ടോപ്പ് ഉണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് ഉപയോഗിക്കത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കഴിഞ്ഞ ഇലക്ഷന് നിങ്ങളുടെ തൊട്ടടുത്ത് കാട്ടാക്കട കല്ലൂരി മൈതാനത്തിൽ വന്നു. ബായോ ബനോ സബ്കോ വന്ദൻ. ലാപ്ടോപ്പ് അദ്ദേഹത്തിന്റെ റൂട്ട് നിശ്ചയിക്കുന്നത് ഇസ്രായേലിന്റെ മൊസാദ്. 2018 ഇസ്രായേലിന്റെ മൊസാദ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറഞ്ഞു, സാർ താങ്കൾ ലാപ്ടോപ്പ് കയ്യിൽ വെക്കരുത്, മെസ്സേജ് വന്നാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യത. അത് കഴിഞ്ഞ് 2018 യൂറോപോൾ ഡേവിഡ് കാമറോ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറഞ്ഞു ലാപ്ടോപ്പ് ഉപയോഗിക്കരുത്. അതുകൊണ്ട് കാട്ടാക്കട DYSP CI അവരുടെ മേശപ്പുറത്ത് ലാപ്ടോപ്പ്. കാട്ടാക്കട ട്രാഫിക് നിയന്ത്രിക്കാൻ വരുമ്പോൾ ലാപ്ടോപ്പ് ഞെക്കോ. അവർ പറയും ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ ആഗോള വ്യാപകമായി പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം വരാറായി. റോബോട്ടിന് ജീവൻ കൊടുക്കുമോ? അന്ത്യകാലം. തൊടുപുഴക്കാരൻ ദാ വരുന്നു. തൊടുപുഴക്കാരൻ റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. IBM, Intel, മൈക്രോസോഫ്റ്റ് ഇസ്രായേലിന്റെ താഴ്വരയിൽ എന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറുകൾ പൊട്ടിത്തെറിക്കോ ആഗോള വ്യാപകമായി. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, ഇനി വരാൻ പോകുന്നത് AK-47 അല്ല, സൈബർ യുദ്ധം. അതിന്റെ ബാക്കി നാളെ പറയാം. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ലെബനോൻ പേജർ സ്ഫോടനം. എല്ലാവരും കേൾക്കണം. ലെബനോണിലെ ഹിസ്ബുള്ളയിലെ പോരാളികൾ 3000 പേജർ ഉണ്ടാക്കുവാൻ ഹംഗറി കൊടുത്തു. അത് വേറെ തൈവാനിലേക്ക് മാറി. ആ സോഫ്റ്റ്വെയർ ആരാ കൊടുത്ത? ഇസ്രായേൽ. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കയ്യിലൊരു പേനയുണ്ട്. ഈ പേനയുടെ ബാർകോഡ് എവിടെ ചെന്നാലും ഉണ്ടാക്കിയ കമ്പനിക്കറിയാം. കുറ്റിച്ചെന്ന് മേടിച്ചാലും കാട്ടാക്കടയിൽ നിന്ന് മേടിച്ചാലും ആരിനാട് മേടിച്ചാലും 3000 പേജറിന്റെ ബാർകോഡ് കൊടുത്തത് ഇസ്രായേലാണ്. എന്നിട്ട് അവ ഒരു പരിപാടി ചെയ്തു. ബാറ്ററിക്കകത്ത് ഒരു 2 ഗ്രാം സ്ഫോടക വസ്തു വെച്ചു. ആരും അറിഞ്ഞില്ല. ഹമാസ് ഇസ്രായേൽ പോരാട്ടം നടന്നപ്പോൾ ഒരു ദിവസം 3000 പേജറിനകത്ത് മെസ്സേജ് വന്നു. 2800 ഓണായിരുന്നു. പടപട 1 2 3 4 വന്നു. അപ്പൊ അവർ ഞെക്കിക്കൊണ്ടിരുന്നു. മൊബൈൽ ചൂടായി, പേജർ ചൂടായി, ബാറ്ററി പൊട്ടിച്ചെറിച്ചത്. മൊബൈൽ സ്ഫോടനം അഥവാ സൈബർ അറ്റാക്ക്. ഇന്ന് രാത്രി എത്ര പേർ മരിച്ചു? 28 35 പേരാ ലെബനോണിൽ പേജർ സ്ഫോടനം. 200 പേര് ഇന്നും ആശുപത്രിയിലാണ്. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ പൊട്ടാൻ പോകുന്നത് കയ്യിലിരിക്കുന്ന മൊബൈലുകൾ അല്ലെങ്കിൽ പേജറുകൾ പൊട്ടാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മൊബൈലിനകത്ത് ഫോൺ കമ്പനികൾ ഒരു കാര്യം പറയുന്നു. എന്താ? അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുത്. കരമുയർത്തുന്നവർക്കായി. ആധാർ KYC ചോദിച്ചാൽ കൊടുക്കരുത്. ഹാക്കായി പൊട്ടിക്കുന്ന ഒരു കാലം വരും. ലെബനോണിൽ പൊട്ടിയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആഗോള വ്യാപകമായി മൊബൈലുകളും കമ്പ്യൂട്ടറുകളും പൊട്ട്. അന്ത്യകാലം ഇന്ന് രാത്രി. സാത്താന്റെ ഇഷ്ടമെന്താ മക്കളെ? ആരാധന. ശദ്രക്, മേശക്, അബേദ്നെഗോ ദുരാശു സമഭൂമി വന്നു. എന്താ നെബൂഖദ്നേസർ പറഞ്ഞേക്കുന്നത്? ഒന്ന് വണങ്ങിയേക്കാൻ. യേശുവിനെ ഉയർന്ന മല കൊണ്ടുപോയി പിശാചി കാണിച്ചു ഒന്ന് വണങ്ങിയേക്കാൻ. അങ്ങനെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് സാത്താന്റെ പ്രതിമ വരും. അവൻ കണ്ണുകൊണ്ട് നോക്ക്. നമ്മുടെ കോവിഡ് വാക്സിന്റെ മറവിൽ ഇതെല്ലാം ഒരു അന്ത്യകാല സംഭവം. നമ്മുടെ മെയിൽ ID-യും നമ്മുടെ ഫോൺ നമ്പറും എല്ലാം അവൻ കൊണ്ടുപോയെങ്കിൽ അവൻ ഒരു കാര്യം ചെയ്യും. നമ്മുടെ മെയിൽ ID-യിലേക്ക് വൈറസ് മെസ്സേജ് അയക്കുക. ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. മൈക്രോ പ്രോസസർ ചൂടാവൂ, ബാറ്ററി ചൂടാവൂ, സ്ക്രീൻ പൊട്ട്, മനുഷ്യൻ മരിക്കും. അതിന്റെ പേരാ ഇന്റർനെറ്റ് മർഡർ. ഞാനല്ല, റോബോട്ടിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്റെ പേരാ. ഏറ്റവും നല്ല അവർ അമേരിക്കക്കാര്. അവൻ ഓടിപ്പോയി. ഇന്ന് ജെഫ്രി ഹിൻഡൻ ദാ കിടക്കുന്നു. ദൈവമാകുമോ നിർമ്മിത ബുദ്ധി. റോബോട്ടിനെ, സോഫിയ റോബോട്ടിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ കാനഡയിൽ പോയിരുന്നു വിരിക്കുന്നു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മനോരമയുടെ ജോണി ലൂക്കോസിന്റെ കൂടെ ഈ റോബോട്ട് എന്നെ കയറി പിടിച്ച് കൊല്ലാൻ കാലമുണ്ട്, അതുകൊണ്ട് ഞാൻ ഓടിപ്പോവുകയാണ്. അങ്ങനെയെങ്കിൽ ബൈബിൾ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന് ബ്ലൂ ബ്രൈൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിന് മുമ്പായിട്ടൊരു കളി വന്ന ബ്ലൂ വൈൽ. മാർനല്ലൂർ 9 വയസ്സുകാരൻ കെട്ടിത്തൂങ്ങി മരിച്ചുപോയി. ഇന്ന് സാത്താന്റെ കളികൾ അനവധി. സാത്താന്റെ കളികളുടെ രക്തസാക്ഷികൾ. സമയമില്ല. കാണൽ ജെൻസൺ രാജ, MM ചർച്ച്, അപ്പനെയും അമ്മയും പെങ്ങളെയും വീട്ടിലെ വേലക്കാരി പച്ചയ്ക്ക് കെട്ടിക്കൊന്ന് അവൻ തീയടിച്ച് കൊന്നു. നിങ്ങളെ കൊല്ലുന്നവർ ദൈവം
വഴിപാട് കഴിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട വെള്ളറട നമ്മുടെ ജയസ് പെന്തക്കോസ് ദൈവസഭ ജോസേട്ടന്റെ മോൻ പ്രജിത്ത് ചൈനയിൽ എഞ്ചിനീയറിങ്ങോ MBBS പഠിക്കാൻ പോയ അവസാനം കൊച്ചി വന്ന് സാത്താനെ ആരാധിച്ചവൻ അപ്പനെ 28 കുത്തിയിട്ട വെള്ളറുടെ 5 മരങ്കാലയിൽ നിന്ന് നടന്ന് വെള്ളറുടെ സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പിച്ചാതി വെച്ചു. CI ഞെട്ടിപ്പോയി. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. സാത്താന് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, അതുകൊണ്ട് അവൻ മനുഷ്യനെ കൊണ്ട് കൊല്ലിക്കും. സാത്താന്റെ ഗെയിമുകൾ ഇഷ്ടം പോലെ, PUBG, ബ്ലൂ വൈൽ, പിള്ളേരെല്ലാം ചാടി മരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്ന് പറഞ്ഞില്ലാന്നൊന്നും അറിയത്തില്ല. ഉത്തർപ്രദേശിൽ 3 പെൺകുട്ടികൾ കെട്ടിടത്തിന് മേടി മൊബൈലാന്ന് പറയുന്നത് എന്തോ അറിയത്തില്ല, എന്തൊക്കെയോ ചാടി മരിക്കുന്നു. അങ്ങനെയെങ്കിൽ ബൈബിൾ പ്രവചനം നിവർത്തിയായി. ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് അവന്റെ പ്രതിമ വരും. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടത് മൃഗത്തിന്റെ പ്രതിമ ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അതിന്റെ പേരാ ബ്ലൂ ബ്രൈൻ. അവസാന ഭാഗം. അങ്ങനെയെങ്കിൽ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരുമോ? ഇന്ന് രാത്രി കേരളത്തിന്റെ സൈബർ വിഭാഗം മേധാവി കഴിഞ്ഞ വർഷത്തെ മനോരമ കോൺക്ലേവ് കൊക്കോൺ അത് നടക്കുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ഇനി പൊട്ടിത്തെറിക്കുന്ന കയ്യിലിരിക്കുന്ന മൊബൈലുകളും ലാപ്ടോപ്പുകളും. സജു ചാത്തന്നൂരില കേരളത്തിലെ സൈബർ വിഭാഗം മേധാവി രഹസ്യമായിട്ട് വന്ന ബാക്കിയൂടെ പറഞ്ഞുതരാം. സ്വോത്രം. മനോരമ കോൺക്ലേവ് കൊച്ചി. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ സാത്താന്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് 39ാമത് ജനറൽ കൺവെൻഷൻ തേജസ്സിൽ അവന്റെ പൊന്മുഖം ഞാൻ കാണും. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഏറ്റവും നിർണായകമായി ഈ റോബോട്ടിന് ഒരു നിയന്ത്രിത ബുദ്ധി കിട്ടും. ബ്ലൂ ബ്രൈൻ. ആ നിയന്ത്രിത ബുദ്ധി റോബോട്ട് കരസ്ഥമാക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ലെബനോണിൽ പൊട്ടിയതുപോലെ ആഗോള വ്യാപകമായി കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും പൊട്ടുന്ന കാലം വരാറായി. ആ പൊട്ടിത്തെറി ലോകത്തിൽ നടക്കുന്നതിന് മുമ്പ് UICC നാട്ടുകാരോട് ഞങ്ങൾ പറയുന്നു, മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി കുറ്റിച്ചള്, ആര്യനാട്, പുളിമൂട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ ദിവസത്തെ കണ്ട് യേശു എന്ന് പറഞ്ഞു. നിർത്താൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 9:4 വാക്യങ്ങൾ ഈ ദിവസത്തെ കണ്ടിട്ട് വായിക്കാം. യോഹന്നാൻ 9:4 വായിക്കാം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. കിടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ പങ്കെടുക്കുന്നവരടുത്ത് 2026 ഒരു കോഴ്സും പറയേണ്ട അമ്മാമേ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം. എവിടെങ്കിലും വഴിമക്കി നിന്ന് യേശു രക്ഷകൻ എന്ന് പറയുവാൻ ചില കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് വേർപെടുത്തട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ ദിവസത്തെ കണ്ടിട്ട് യേശു പറഞ്ഞു, വായിക്കാം മോനെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. കൺവെൻഷന്റെ പ്രഥമ രാത്രി. ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. നീതി സൂര്യൻ കരമുയർത്തുന്നവർക്കായി രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന പശുക്കുടാങ്ങളെ പോലെ ഈ തലമുറയിൽ പ്രിയന്റെ വരവിൽ എടുക്കപ്പെടും. ബാക്കി നാളെ 2 കാര്യം ടൈറ്റാനിക്കിനെ കൊണ്ട് പറഞ്ഞ് പാട്ടുപാടി ആരാധിക്കും. 1910 ഏപ്രിൽ മാസം 10-ാം തീയതി ഒരു കപ്പൽ യാത്രയെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 2224 കിലോമീറ്റർ സതാംപ്ടൺ ടു ന്യൂയോർക്ക്. കപ്പലിന്റെ പേരാ ടൈറ്റാനിക്. ടൈറ്റാനിക്കിന്റെ പ്രത്യേകത ആരാ? വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. 50,000 ഹോഴ്സ് പവർ. ദൈവം വിചാരിച്ചാലും തകരത്തില്ലെന്ന് പറഞ്ഞു. സോദരം. കന്നി യാത്ര നേരെ മുന്നോട്ട് പോയി. 4-ാം ദിവസം മഞ്ഞുമല. അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് മഞ്ഞുകല കണ്ടിട്ട് ക്യാപ്റ്റൻ സ്മിത്തിനോട് നാട്ടുകാർ പറഞ്ഞു, സാറേ മഞ്ഞുമല. അദ്ദേഹം പറഞ്ഞു, ദൈവം വിചാരിക്കാനും തകരത്തില്ല. പക്ഷേ കപ്പൽ തകർന്നു പോയി. ഇന്ന് രാത്രി അനവധി കൺവെൻഷൻ പുളിമൂട്ടിൽ കേട്ടിട്ട് അൽബഗമ, കുഴിമന്തി, ജവാൻ റമ്മു അടിച്ച് നീ നിന്ന് പോയാൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. അവഗണിക്കരുത്. എൻ്റെ പ്രസംഗം അതല്ല. ഇവിടെ ഒരു കാര്യം കൂടെ, എല്ലാവരും ടൈറ്റാനിക് സിനിമയെ പറ്റിയും പറഞ്ഞുതരാം. സ്വോത്രം. എന്താ കാര്യം? അന്ന് ടൈറ്റാനിക് തകർന്നപ്പോൾ ക്യാപ്റ്റൻ സ്മിത്ത് ഇറങ്ങി പറഞ്ഞു, ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഡക്കി കയറണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. നേരെ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, കുഞ്ഞെ നിനക്ക് ഡക്കി കയറിക്കൂടെ? അപ്പൊ അവള് പറഞ്ഞതാ ഇംഗ്ലീഷിൽ, ബിഫോർ 3 weeks back my marriage is conducted by Roman Catholic Church. ലണ്ടനിലെ റോമൻ കത്തോലിക്ക ചർച്ച് 3 ആഴ്ച മുമ്പാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ബിഷപ്പ്
എൻ്റെ ഈ ചെറുപ്പക്കാരനെ കൈ യോജിപ്പിച്ചിട്ട് പറഞ്ഞു, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വിയോജിപ്പിക്കരുത്. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ആ പെൺകുട്ടി ഡക്കിനകത്ത് കരായരുത്. ആ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരന് വീണ കഥയാ ടൈറ്റാനിക് കഥ. ഇനി അടുത്തത് പറയാം. ടൈറ്റാനിക് മുങ്ങുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയാമോ? ഒരു ചെറുപ്പക്കാരൻ അവൻ മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അവൻ താഴെ വന്നു. താഴെ ഇറങ്ങാൻ തോന്നി. അവൻ്റെ തലയിണയുടെ കീഴിൽ $1,00,000 ഇരിക്കുക. ആ ഡോളർ അവൻ എടുക്കാനായിട്ട് താഴെ വരിക. എന്താ സംഭവിച്ചത്? അവൻ താഴെ ഇറങ്ങിയപ്പോൾ ആരോ അവനോട് സംസാരിച്ചതുപോലെ വിചാരിച്ചു, ഈ ഡോളർ എടുക്കാൻ പോയാൽ ഞാൻ താഴെ ഉപ്പുവെള്ളത്തിനകത്തേക്ക് പോകും. അവൻ ഒറ്റ കാര്യം ചെയ്തോള്. അവൻ നേരെ മേലോട്ട് വന്ന് ചിന്താമഗ്നനായി നിന്നു. ആ മെസ്സിന്റെ സൈഡിൽ ഇരിപ്പുണ്ട് ലൈഫ് ജാക്കറ്റ്. ആരോ അവനോട് പറഞ്ഞു, കുഞ്ഞെ ഈ ഒരു ലൈഫ് ജാക്കറ്റ് എടു, പണവും പിന്നെ ഉണ്ടാക്കാം, നീ ചാടാൻ പറഞ്ഞു. അവന്റെ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു. എ ലൈഫ് ജാക്കറ്റ് ഗീവിങ് എ സെക്കൻഡ് ലൈഫ്. അവൻ പണത്തെ നോക്കിയില്ല. അച്ചായ അമ്മാമേ, ആ ലൈഫ് ജാക്കറ്റ് എടുത്ത് വെള്ളത്തിൽ ചാടി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് വന്ന് രക്ഷപ്പെടുത്തി. അവൻ എഴുതിയ മുദ്രാവാക്യമാ, എ ലൈഫ് ജാക്കറ്റ്, ഒരു രക്ഷാ കവചം എനിക്കൊരായുസ് തന്നെങ്കിൽ. 39ാമത്തെ വാർഷിക കൺവെൻഷൻ ഇന്ന് രാത്രി കുറ്റിച്ചലിനോടും പുളിമോടിനോടും ആരിനാടും ഇന്നത്തെ ലോകം തീരാറായി. അതിൻ്റെ നടുവിൽ നിന്ന് ഞങ്ങൾ ഒരു ലൈഫ് ജാക്കറ്റിനെ ഗ്രൗണ്ടിൽ ഉയർത്തുന്നു. അവന്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒറ്റ വാക്കൂടെ പറയാം. ടൈറ്റാനിക്കിന് ഓർക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ധനവാന്മാർ, 1 അമേരിക്കക്കാരൻ, 2 കാനഡക്കാരൻ, 3 പാകിസ്ഥാൻകാരൻ എവിടെ പോയി? ടൈറ്റാനിക്കിന്റെ ഇരുമ്പ് തേടിപ്പോയി. സ്വോത്രം. ആ പേടകം ഓഷ്യൻ ടൈറ്റാനിക് അത് സമുദ്രത്തിൽ ഇറങ്ങി. എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷെ ഇരുമ്പിന്റെ അടുത്ത് ചെല്ലുന്ന 450 മീറ്റർ മുമ്പ് പേടകം തകർന്നു പോയി. ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. ധനമുണ്ട്, പ്ലെയിനുണ്ട്, റോൾസ് റോയ്സ് കാറുണ്ട്. ദാണ്ടേ കണ്ടില്ലേ, കോൺഫിഡന്റ് വിശ്വാസമില്ലാത്ത അച്ചായൻ സ്വന്തം പിസ്റ്റൾ എടുത്തു വെച്ച് ഒറ്റവെടി. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും അവന്റെ ആത്മാവ് ദാ കിടക്കുന്നു. പിൻപിൽ വലിയ കഥകൾ വരാൻ പോകുന്നു. സാമ്രാജ്യങ്ങൾ തകരുന്നു. ദൈവമില്ലാത്തവൻ ബിഗ് ബോസിനകത്തും സിനിമയ്ക്കകത്തും സീരിയലിലും പിടിക്കാൻ പോയി. ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തിയവൻ അവസാനം തോക്കെടുത്ത് വെടിവെച്ച് കൊന്നു. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ എത്ര ധനവാന്മാർ. കപ്പൽ ജോയി, വയനാടുകാരൻ, ഗൾഫിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കാരൻ, മുത്തൂറ്റിന്റെ മുതലാളി. ആര് തള്ളിയിട്ടോ താഴെ വീണോന്നറിയത്തില്ല. ഡൽഹി വെച്ച് അവനും തീർന്നു. ഒരുവൻ ധനവാനായി അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യാശ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കുക. ഇന്ന് രാത്രി പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. കാന്തന്റെ കാഹളം തൊലിച്ചാൽ ഇടക്കപ്പെടാം. അതാ ഞങ്ങളെ കാൽവറിയിലെ സ്നേഹം. ഒറ്റ വാക്ക് ടൈറ്റാനിക്കിന്റെ. അങ്ങനെയെങ്കിൽ 4 ധനവാന്മാർ പോയി. ധനവാന്മാർ വീണുപോയി. കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു കഥ വന്നു. ഒരമ്മ, 4 കുട്ടികൾ, 14 വയസ്സുള്ള മോൾ, 11 വയസ്സുള്ള മോൾ, 9 വയസ്സുള്ള മോൾ, 1.5 വയസ്സുള്ള കുഞ്ഞ്. അവർ യാത്രയായി അപ്പനെ തേടി. എവിടാ പോയത്? ആമസോൺ കാടുകളിൽ. ഒരു കൊച്ചു വിമാനം. രാത്രിയിൽ വിമാനം തകർന്നു. എല്ലാ അമ്മമാരും കേട്ടാട്ടെ. തകർന്നു വീണു. 2 പേർ അന്നേരം മരിച്ചു. പൈലറ്റ് മരിച്ചു, അമ്മയും മരിച്ചു. 4 കുഞ്ഞുങ്ങൾ ചിതറിപ്പോയി. മൂപ്പൻ എവിടുന്നോ വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അദ്ദേഹവും കത്തിപ്പോയി. 4 കുഞ്ഞുങ്ങൾ വനാന്തരത്തിനകത്ത്. മാമേ ഇത് കേൾക്കണം. 14 വയസ്സുള്ള മോൾ, 11 വയസ്സുള്ള മോൾ, 9 വയസ്സുള്ള കുഞ്ഞ്, 1.5 വയസ്സുള്ള ഒരാൺകുഞ്ഞിനെടുത്ത് 40 ദിവസം നടന്നു. 40 ദിവസം വനാന്തരത്ത് ഈ കോട്ടൂര് നടക്കുന്നവൾ നടന്നപ്പോൾ പട്ടാക്കാർ റോന്തി വിട്ടിയപ്പോൾ സൗണ്ട് കേട്ടു. കുഞ്ഞുങ്ങളെ 4 പേരെയും പിടിച്ചു. മിലിറ്ററി ആശുപത്രിയിൽ കൊണ്ടുപോയി. 4 പേർക്ക് ട്രിപ്പ് ഇട്ടു. 14, 9, 11 കൊച്ചു കുഞ്ഞിനെ ട്രിപ്പ് ഇട്ടു. ഇതറിഞ്ഞൊരു പത്രത്തിലേക്ക് വന്നു. അവൾ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം. അപ്പൊ പറഞ്ഞ് സമ്മതിക്കത്തില്ല, അവർ ക്ഷീണമാ, 40 ദിവസം കൊണ്ട് വനത്തിൽ കടുങ്ങ. 1 മിനിറ്റ് മതി മൂത്ത കുഞ്ഞിനോട് സംസാരിക്കാം. ഒരു പട്ടാളക്കാർ ഈ പെൺകൊച്ചിനെ അവിടെ കൊണ്ടുപോയത്. ട്രിപ്പ് കയറുന്ന പെണ്ണിനോട് ചോദിച്ചു, പെൺകൊച്ചിനോട് ചോദിച്ചു, ഈ BBC-യിലെ പെൺകുട്ടി ചോദിച്ചു, ഓ ഈസ് റൂട്ടഡ് ലാസ്റ്റ് 14 days അറ്റ് ആമസോൺ ഫോറസ്റ്റ്. പർവ്വതത്തിനകത്ത് അഥവാ കാട്ടിനകത്ത് 40 ദിവസം നിങ്ങളെ ആര് വഴി നടത്തി? വൈകിട്ട് പെരുമഴ, കൊത്തിവലിക്കുന്ന പാമ്പ്. ലാസ്റ്റ് 14 days ഹു ഈസ് റൂട്ടഡ് അറ്റ് ആമസോൺ ഫോറസ്റ്റ്. ആ കുഞ്ഞ് മാമേ, ഐ ഡോണ്ട് നോ മാം, an unseen power, ഒരദൃശ്യ ശക്തി ഞങ്ങളെ 40 ദിവസം കരം പിടിച്ച് നടത്തി. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. 4 ധനവാന്മാർ അവിടെ വീണപ്പോൾ 4 കുഞ്ഞുങ്ങളെ 40 രാവും 40 പകലും നടത്തുവാൻ സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല, നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം വയലച്ചടിക്ക് പ്രകാശം കൊടുക്കുന്ന ദൈവം. ബാക്കി നാളെ ഇന്ന് രാത്രി ആന്റി ക്രൈസ്റ്റ് വരുമോ? ഇല്ല, അതിനു മുമ്പ് യേശു വരും. ഇവിടെ ഭരണം മാറുമോ? ആ ഭരണം
ഭരണം മാറുന്നതിന് മുമ്പ് മഷികായുടെ ഭരണം വരും. 3, ലാപ്ടോപ്പിനകത്ത് കമ്പ്യൂട്ടർ വരുമോ, റോബോട്ടിന്റെ മുഖം വരുമോ, അതിനു മുമ്പ് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം. തീർന്നില്ല. ഇന്നത്തെ റോബോട്ടുകൾക്ക് സംസാര ശക്തി ഹൃദയം കൊടുക്കുന്നു. അതിനൊരു ഹല്ലേലൂയ ബ്ലൂ ബ്രെയിൻ കിട്ടാൻ പോകുന്നു. ആ ബ്രെയിൻ കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മ ശക്തി ഉള്ളവനെ ചേർക്കാൻ കാന്തൻ വരും. ലോകവ്യാപകമായി കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റുകളും പൊട്ടുന്നൊരു ശബ്ദം ലോകം കേൾക്കും. അതിനു മുമ്പ് കർത്താവിന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങും. 39ാമത് കൺവെൻഷന്റെ ആദ്യ രാത്രി ഇതാവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ വിലപിക്കുക. കുറ്റിച്ചൽ ആര്യനാട് പുളിമൂട്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.